Good morning. Good morning, ma'am. Good morning, ma'am. Good morning. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Good morning, ma'am. Okay, very good morning to all. Happy to see you again. Thank you. Thank you so much for joining. Okay, so നിങ്ങൾക്ക് കുറെ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നറിയാം. എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ അതെല്ലാം ക്ലിയർ ചെയ്യാം. പിന്നെ ചില കാര്യങ്ങളുടെ ഒരു അതോറിറ്റി എന്ന് പറയുന്നത് ജെറിൽ സാർ ആയിരിക്കും. സാറ് നിങ്ങളെ ഉടനെ തന്നെ മീറ്റ് ചെയ്തിട്ടുണ്ടാവും. നിങ്ങളെല്ലാ ഡൗട്ട്സും എല്ലാം ക്ലിയർ ചെയ്യും. ആ ഒരു സെഷനിൽ എല്ലാം ചോദിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, സോ ടുഡേ ഓൺവേർഡ്സ് നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. എവറി ഡേ മൺഡേ ആണ് എന്റെ ക്ലാസ്. പക്ഷെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ ഇന്ന് ജോയിൻ ആയിരുന്നേ ഉള്ളൂ. 11:30 വരെ വേറൊരു ക്ലാസ് ഉണ്ടായതുകൊണ്ടാണ് ലേറ്റ് ആയത്. ഓക്കെ ഫ്രണ്ട്സ്, ഹൂ ഈസ് ഗോയിങ് ടു ഡു പ്രെയർ? ആരാണ് പ്രെയർ ചെയ്യാൻ പോകുന്നത്? ഞാൻ ഓറിയന്റേഷൻ സെഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ പ്രെയറിന്റെ കാര്യം. പ്രെയർ ഉണ്ട്, സൈനിങ് ഉണ്ട്. യെസ് പ്ലീസ്. I am Jinsi George, Trivandrum, Venyaramud. Good morning, God. Thank you for today. Thank you for the beautiful things you have made. Help me to do what I cannot is right. I trust in you. In Jesus, Amen. Okay, very good, Jinsi. Okay, so what's next? Thought for the day is there, sign in is there. ക്ലാസ്സിനെ വെൽക്കം ചെയ്യാൻ ആരാ വരുന്നത്? തോട്ട് പറയാൻ ആരാ വരുന്നത്? നിങ്ങൾക്കൊരു പേഴ്സണൽ ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ മാത്രമായിട്ടൊരു വാട്സാപ്പ് ഗ്രൂപ്പ്? ഇല്ല, സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഓക്കെ, യു ക്യാൻ സ്റ്റാർട്ട്. കാരണം അതിൽ നിങ്ങൾക്ക് തീരുമാനിക്കാം ആരാണ് കോർഡിനേറ്റേഴ്സ്, ആരായിരിക്കും ആ ഒരു ദിവസം കാര്യങ്ങൾ ചെയ്യുന്നത്. കോർഡിനേഴ്സ് ആ ഒരു വീക്ക് മുഴുവനും അവര് നിൽക്കുക. 2 പേര് അവരെ ഇൻഫോം ചെയ്യുക മറ്റുള്ളവര്. ഞാനാണ് പ്രെയർ ചെയ്യുന്നത്, ഞാനാണ് സൈനിങ്, ഞാനാണ് തോട്ട് ഫോർ ദ ഡേ. എവറി ഡേ അത് മാറണം. ഓരോ ദിവസം എല്ലാവരിലേക്കും ആ ഒരു ചാൻസ് വരും. ഓക്കെ, സോ ഇപ്പൊ ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് കുഴപ്പമില്ല. എനിവേ ജിൻസിയുടെ പ്രെയറോട് കൂടി നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യണം. ഓ, സിലബസ് ഒക്കെ കണ്ടോ? വെൽക്കം ചെയ്യാം. പ്ലീസ്. ഇന്ന് നമ്മളെ ജിഷ ടീച്ചറാണ് നമ്മളെ ഇന്ന് ഫസ്റ്റ് ഡേ നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. ഈ ക്ലാസ്സിൽ നല്ല വൃത്തിയായിട്ട് ആദ്യത്തെ ഫസ്റ്റ് ഡേയിലും ടീച്ചറായിരുന്നു ഞങ്ങൾക്ക് ക്ലാസ് എടുത്തത്. നല്ല ക്ലാസ് ആയിരുന്നു. ഇത് സെക്കൻഡ് ഡേ ആണ്. നമ്മുടെ ഈ ബാച്ചിലുള്ള എല്ലാവർക്കും നമ്മുടെ ഈ ഗ്രൂപ്പിലേക്ക്, നമ്മുടെ ഈ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ജിഷ ടീച്ചറിനും താങ്ക് യു. ഓക്കെ, സോ നിങ്ങൾക്ക് സിലബസ് ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു. ടെക്സ്റ്റ് ഒക്കെ ചിലപ്പോൾ ഓൺ ദ വേ ഒക്കെ ആയിരിക്കും. അതിനൊരു 2 ആഴ്ചയോ 3 ആഴ്ചയൊക്കെ പിരിയുമായിരിക്കും. കുറച്ച് പേർക്ക് കിട്ടിയിട്ടുണ്ടാകാം, അറിയില്ല. സോ ഇപ്പൊ ടെക്സ്റ്റ് അങ്ങനെ നമുക്കൊരു യെസ് മിസ്, നമുക്ക് ഇത് ടെസ്റ്റിന് ഞങ്ങൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നിട്ട് അതെങ്ങനെയാ അത്? ടെക്സ്റ്റിന്റെ കാര്യം അതിപ്പോ സാറ് കയറുമ്പോ പറയുമായിരിക്കും കേട്ടോ. ടെക്സ്റ്റിന്റെ കാര്യം നമുക്ക് ശരിക്കും അത് പ്രോസസ്സിംഗ് ആണ്. നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യങ്ങൾ പ്രോസസ്സിംഗ് ആണ്. അത് നടക്കും, അത് കുഴപ്പമില്ല. ടെക്സ്റ്റ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലാസ് ആ രീതിയിൽ എടുക്കാം, കുഴപ്പമില്ല. ഒരു കാര്യം ചെയ്യാം, സിലബസ് കിട്ടിയിട്ടുണ്ടോ? സിലബസ് കയ്യിലുണ്ടോ? ഓക്കെ, സിലബസിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മോഡ്യൂൾ 1, മോഡ്യൂൾ 2, മോഡ്യൂൾ 3 എന്നൊക്കെ പറഞ്ഞ് കാണാം അല്ലെ? മോഡ്യൂൾ 1 എടുത്ത് നോക്കുമ്പോ അതില് 4 പാർട്സ് ഉണ്ട്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4. പാർട്ട് 1 8 യൂണിറ്റ്സ് കാണാം. പാർട്ട് 2 10 യൂണിറ്റ്സ്, പാർട്ട് 3 again 10 യൂണിറ്റ്സ്, പാർട്ട് 4 10 യൂണിറ്റ്സ്. മാം കേൾക്കുന്നില്ല എനിക്ക്. ആണോ? എല്ലാവർക്കും കേൾക്കുന്നില്ല? അല്ല, കേൾക്കാൻ പറ്റുന്നുണ്ട്, ക്ലിയർ ആണ്. ഈ ഒരു പ്രശ്നം നമുക്ക് 1-2 ആഴ്ച ഉണ്ടാവും. നെറ്റ്വർക്ക് ഇഷ്യൂസ് ആയിരിക്കും. ഒന്ന് ലീവ് ചെയ്തിട്ട് കയറാമോ? തന്നെയാ ലീവ് ചെയ്തെന്ന് തോന്നുന്നു. ഓക്കെ, വരട്ടെ.
അപ്പൊ നമുക്ക് സിലബസില് മോഡ്യൂൾ 1 4 പാർട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. അതിലെ പാർട്ട് 1 ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്ന ടൈറ്റിൽ കാണാം. ആ പാർട്ട് 1 8 യൂണിറ്റ്സ് ആണ്. നമ്മളുടെ ഇത് മോഡ്യൂളായിട്ട് നിങ്ങളുടെ കയ്യിൽ സിലബസ് ഉണ്ടെങ്കിലും നമുക്ക് സബ്ജക്ട് വൈസ് ആണ്. ഇതിനെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. എക്സാംസ് ഒക്കെ നടക്കുമ്പോൾ സബ്ജക്ട് വൈസ് ആയിരിക്കും എക്സാം നടക്കുന്നത്. അപ്പൊ ഈ പാർട്ട് 1 അതായത് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 8 വരെയുള്ളത് ഒറ്റ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റിന്റെ ടൈറ്റിൽ സെയിം തന്നെ, ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. സെക്കൻഡ് പാർട്ട് നോക്കുമ്പോൾ അതിൽ അതായത് 10 യൂണിറ്റ്സ് കാണും. അത് 2 സബ്ജക്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അതിന്റെ ടൈറ്റിൽ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി ആണ്. അതിലെ ഫസ്റ്റ് സബ്ജക്ട് എന്ന് പറയുന്നത് ചൈൽഡ് ഡെവലപ്മെന്റ് ആണ്. യൂണിറ്റ് 1 തുടങ്ങി യൂണിറ്റ് 5 വരെ കുട്ടികളുടെ ഡെവലപ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ, വളർച്ചാ കാലഘട്ടങ്ങളും മൈൽ സ്റ്റോൺസ് അതൊക്കെയാണ് അതിൽ വരുന്നത്. സെക്കൻഡ് സബ്ജക്ട് എന്ന് പറയുന്നത് സൈക്കോളജി ആണ്. യൂണിറ്റ് 6 തുടങ്ങി യൂണിറ്റ് 10 വരെ കുട്ടികളുടെ സൈക്കോളജി എങ്ങനെയാണ്, എഡ്യൂക്കേഷൻ സെറ്റിംഗ്സിൽ സൈക്കോളജി എങ്ങനെ അപ്ലൈ ചെയ്യണം, അതിന്റെ അങ്ങനെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് സൈക്കോളജി പാർട്ടിൽ വരുന്നത്. നമ്മൾ കുട്ടികളെ മനസ്സിലാക്കണമെങ്കിൽ അവരുടെ ബിഹേവിയർ മനസ്സിലാക്കണം. എന്നാൽ മാത്രമാണ് അവർക്ക് എന്ത് നമ്മൾക്ക് കൊടുക്കണം, എന്ത് പ്രൊവൈഡ് ചെയ്യണം, ഏത് രീതിയിൽ അവരെ പഠിപ്പിക്കണം എന്നൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ ചൈൽഡ് സൈക്കോളജി അറിഞ്ഞിരിക്കണം. അപ്പൊ അത് 3ാമത്തെ സബ്ജക്ട്. അപ്പൊ പാർട്ട് 1 ആയ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ 8 യൂണിറ്റും ചേർന്നിട്ട് ഒരു സബ്ജക്ട് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പാർട്ട് 2 10 യൂണിറ്റ്സിനെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 5 യൂണിറ്റ്സ് ചൈൽഡ് ഡെവലപ്മെന്റും, അടുത്ത 5 യൂണിറ്റ് 6 തുടങ്ങി 10 വരെ സൈക്കോളജി. ഇതിന്റെ ഒരു PDF നിങ്ങൾക്ക് ഷെയർ ചെയ്യും. ഈ സബ്ജക്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ളത് ഓരോന്നും ഏതൊക്കെ യൂണിറ്റ്സ് വരെയാണ്, പിന്നെ ഓരോ സബ്ജക്റ്റിനും പരീക്ഷയ്ക്ക് എങ്ങനെയാണ് മാർക്ക്, ഇതെല്ലാം വരും. അപ്പൊ നമ്മള് സബ്ജക്ട് വൈസ് എക്സാം നടക്കുമ്പോൾ അത് മെയിൻ എക്സാം ആണ് കേട്ടോ. അപ്പൊ അതിനെക്കുറിച്ച് ഓർത്ത് ബോധറിയുണ്ടാവും. ലാസ്റ്റ് വരുന്നത് 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു സബ്ജക്റ്റിന് ഉണ്ടാവുന്നത്. ഒരു ആൻസറിന് 2 മാർക്സ്. MCQ ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. പണ്ട് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഞാൻ മലയാളം മീഡിയം ആയിരുന്നു കേട്ടോ പഠിച്ചത്. സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്തെഴുതുക, ആപ്റ്റ് ആയിട്ടുള്ള ആൻസർ കാണുമ്പോൾ എല്ലാം ശരിയായിട്ട് തോന്നും. പക്ഷെ അതിൽ ഏറ്റവും ശരിയായത് അതാണ് MCQന്റെ ഒരു പ്രശ്നം. MCQ പലപ്പോഴും കൺഫ്യൂസിങ് ആവുന്നത് അത് തന്നെയാണ്. ശരിക്കും MCQനേക്കാൾ എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും എളുപ്പം, അല്ലെ? നമുക്ക് എഴുതാൻ എന്തെങ്കിലും ഉണ്ടാവും നമ്മുടെ ഐഡിയ. മറ്റേത് 4 ആൻസർ കാണുമ്പോഴും ആകെ ടെൻഷൻ ആവും, പോവും. എല്ലാം ശരിയാണെന്ന് തോന്നുന്നുണ്ടല്ലോ. പേടിക്കേണ്ട, നമ്മൾ ഈ കൺസെപ്റ്റിലൂടെ പോകുമ്പോൾ നമുക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ നമ്മുടെ ഒരു കോമൺ സെൻസ് വെച്ച് നമുക്കത് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. തിയറി അങ്ങനെ ഒരു ബുദ്ധിമുട്ടുള്ള പ്രശ്നമല്ല തിയറി എക്സാംസ്. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഒന്നുമില്ല കേട്ടോ. നിങ്ങൾ കറക്റ്റ് ആൻസർ ആണ് നിങ്ങൾ ക്ലിക്ക് ചെയ്തെങ്കിൽ അതിനുള്ള മാർക്ക് വീഴും. ഡിജിറ്റൽ ആണല്ലോ എക്സാം, അതുകൊണ്ട് അതിനകത്ത് തെറ്റും ഒന്നൊന്നും വരില്ല. ഇപ്പൊ നമ്മളിപ്പോ 3 സബ്ജക്റ്റിന്റെ കാര്യം പറഞ്ഞു. പാർട്ട് 1 ഒരു സബ്ജക്റ്റ് ആണ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. പാർട്ട് 2 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു സബ്ജക്റ്റ് ചൈൽഡ് ഡെവലപ്മെന്റ്, നെക്സ്റ്റ് സബ്ജക്റ്റ് സൈക്കോളജി എന്ന് പറയുന്നത്. പാർട്ട് 3 ആണ് നമ്മുടെ കോർ ടോപ്പിക്. എല്ലാ ടോപ്പിക്കും ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ പാർട്ട് 3 എത്തുമ്പോഴാണ് മോണ്ടിസോറി മെത്തേഡ് എന്താണെന്നും അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്നും നമ്മൾ അറിഞ്ഞു വരുന്നത്. അവിടെയാണ് മറിയ മോണ്ടിസോറി എങ്ങനെ ഈ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തു, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെ? പാർട്ട് 3 അവിടെയും 10 യൂണിറ്റ്സ് ഉണ്ട്. അതിനെയും എഗെയിൻ 2 സബ്ജക്ട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരു സബ്ജക്റ്റ് ആണ് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ. സെക്കൻഡ് വൺ ആണ് മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻസ് എന്ന് പറഞ്ഞിട്ട് 5 യൂണിറ്റ്സിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അവിടെ 1, 3, 4, 5, 6 ആണ് മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷൻ വരുന്നത്. യൂണിറ്റ് 2, 7, 8, 9, 10 ആണ് മോണ്ടിസോറി തിയറി മെത്തേഡ്സ് ആൻഡ് ഇറ്റ്സ് ആപ്ലിക്കേഷൻ വരുന്നത്. കറക്റ്റ് ഓർഡറിൽ 1 to 5 അല്ല, 1, 2 ഇല്ല, 3, 4, 5, 6 ഒരു സബ്ജക്റ്റ്, 2, 7, 8, 9, 10 അടുത്ത സബ്ജക്റ്റ്. ആ ഒരു രീതിയിലാണ് വരുന്നത്. അങ്ങനെ അവിടെ 2 സബ്ജക്റ്റ് വരുന്നു. മോണ്ടിസോറി ഫിലോസഫി ഓഫ് എഡ്യൂക്കേഷനും
മോണ്ടിസോറി തിയറി, മെത്തേഡ്സ് ആൻഡ് ആപ്ലിക്കേഷൻസ്. ഇപ്പൊ നമുക്ക് 5 സബ്ജക്റ്റ്. ഇനി പാർട്ട് 4 സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് പാർട്ട് 4. അത് ഒറ്റ സബ്ജക്റ്റ് ആണ്. അതൊരു സ്കൂൾ എങ്ങനെയാണ്, കുട്ടികൾക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യണം, സ്കൂളിലെ അറ്റൻഡൻസ് സിസ്റ്റം എങ്ങനെയാണ്, ടീച്ചേഴ്സ് ലീവ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത്, കുട്ടികളുടെ ആബ്സെന്റ് പ്രസന്റ്, അങ്ങനെയുള്ള കുറെ ബേസിക് കാര്യങ്ങളില്ലേ സ്കൂളിൽ നടക്കുന്നത്, സ്കൂളിലെ പ്രിമൈസസ് എങ്ങനെയായിരിക്കണം, പിന്നെ പാരന്റ്സുമായിട്ട് എങ്ങനെ കണക്ട് ചെയ്യണം, കുട്ടികളുടെ യൂണിഫോം എങ്ങനെയാണ്, അങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ സ്കൂൾ ഓർഗനൈസേഷൻ ആൻഡ് കമ്മ്യൂണിറ്റി മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിൽ പഠിക്കും. അപ്പൊ നിങ്ങൾക്ക് മോഡ്യൂൾ 1-നെ 6 സബ്ജക്റ്റ് ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പാർട്ട് 1-ഉം പാർട്ട് 4-ഉം ഓരോ സബ്ജക്റ്റും, പാർട്ട് 2-ഉം പാർട്ട് 3-നെയും 2 സബ്ജക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ടോട്ടൽ 6 സബ്ജക്റ്റ് മോഡ്യൂൾ 1 വരും. മോഡ്യൂൾ 2 ഇംഗ്ലീഷ് ആണ്. അത് ഒറ്റ സബ്ജക്റ്റ് ആണ്. ഇംഗ്ലീഷ് ഫോർ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് ഒറ്റ സബ്ജക്റ്റ് ആണ്. അപ്പോൾ 7 സബ്ജക്റ്റ് ആയി. മോഡ്യൂൾ 2-ഉം കൂടെ ആയിപ്പോ. ഇപ്പൊ ഡിപ്ലോമ ആൻഡ് PG കാർക്ക് ഈ 7 സബ്ജക്റ്റ് കോമൺ ആണ്. എക്സാമിന്, തിയറി എക്സാമിന് ഈ 7 സബ്ജക്ട്സ് കോമൺ ആയിരിക്കും. ക്ലാസ്സുകളും കോമൺ ആയിട്ട് പോകും ഈ 7 സബ്ജക്റ്റ് എടുക്കുന്ന സമയത്ത്. പിന്നെ വരുന്നത് മോഡ്യൂൾ 3 ആണ്. മോഡ്യൂൾ 3 പ്രാക്ടിക്കൽ ആണ്. അവിടെ തിയറി എക്സാം ഒന്നുമില്ല. അവിടെ 5 പാർട്ടുകൾ ഉണ്ട്. അതായത് നമ്മുടെ ഡോക്ടർ മറിയ മോണ്ടിസോറി മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി സ്കൂളിലെ ക്ലാസ് റൂമിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ ഏരിയയിലും കുട്ടികൾ ഓരോരോ ആക്ടിവിറ്റീസ് ആണ് ചെയ്യുന്നത്. അതാണ് മോഡ്യൂൾ 3-ലെ 5 പാർട്ട്. ക്ലിയർ ആയോ? ക്ലിയർ ആയി. ഇതൊരു PDF ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും കേട്ടോ. സിലബസ് തന്ന പോലെ തന്നെ ആ PDF നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഷെയർ ചെയ്ത് വരും. ഇത് തിയറി കഴിഞ്ഞു. എക്സാം, തിയറി എക്സാമിന്റെ കാര്യം പറഞ്ഞു. മോഡ്യൂൾ 3 പ്രാക്ടിക്കൽ ആണെന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ ഉണ്ട്. പ്രാക്ടിക്കൽ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനലായിട്ട് നിങ്ങളൊരു വൈവ അറ്റൻഡ് ചെയ്യണം. അതൊക്കെയാണ് അതിനകത്ത്. പ്രാക്ടിക്കലിന്റെ സ്പ്ലിറ്റപ്സ് നിങ്ങൾക്ക് അതിന്റെ കൂടെ തന്നെ വരും. ആ ഒരു പ്രാക്ടിക്കൽ സെഷൻ 5 പാർട്സ് ആയിട്ടാണ് ആ പ്രാക്ടിക്കൽ സെഷനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഓരോ സെഷനും 100 മാർക്സ് വെച്ചിട്ടാണ്. ഒന്നാമത്തെ സെഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് പ്രാക്ടീസ് ആൻഡ് വൈവ. 100 മാർക്സ് ആണ്. ടീച്ചിങ് പ്രാക്ടീസിന് 50 മാർക്കും വൈവയ്ക്ക് 50 മാർക്കും. വൈവ എന്ന് പറഞ്ഞാൽ ഓവറോൾ പെർഫോമൻസ് വൈവയുടെ സമയത്ത് കാണിക്കുന്നത് കേട്ടോ. അങ്ങനെയാണ് 100 മാർക്ക് അവിടെ വരുന്നത്. ഈ ടീച്ചിങ് പ്രാക്ടീസ് പലർക്കും നമുക്ക് ഓൺലൈൻ ആണ്, ഒരു വിർച്വൽ ക്ലാസ് റൂമുകളാണല്ലേ നമ്മൾ ഇങ്ങനെ ഓൺലൈൻ ആയിട്ട് പഠിക്കുന്നത്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് ഈവൻ റെഗുലർ ക്ലാസ്സിന് പോകാൻ പറ്റാത്തവരാണല്ലോ ഓൺലൈൻ ക്ലാസ്സിന് വരുന്നത്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസ് നമ്മൾ മാൻഡേറ്ററി ആയിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കോഴ്സ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ടീച്ചർ ജോബിന്റെ ഏതൊരു കോഴ്സിനും ഉള്ളതാണ് നമ്മൾ ഏതെങ്കിലും ഒരു സ്കൂളിൽ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യാന്നുള്ളത്. അപ്പോൾ മാക്സിമം ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്യാൻ തന്നെ വേണം. പിന്നെ കുറെ പേർക്ക് പറ്റാത്ത അവസ്ഥയായിരിക്കും. എന്തെങ്കിലും പേഴ്സണൽ ഇഷ്യൂസ്, എന്തെങ്കിലും അസുഖങ്ങൾ, അല്ലെങ്കിൽ പ്രഗ്നന്റ് ആയിട്ട് അങ്ങനെ ബുദ്ധിമുട്ടായിരിക്കും, അല്ലെങ്കിൽ കുഞ്ഞു ബേബി ഉണ്ടാവും. അതുകൊണ്ട് അവർക്ക് പോവാൻ പറ്റാതെ വരും. ചിലര് പക്ഷെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാകും. അവര് ടീച്ചിങ് പ്രാക്ടീസ് പറഞ്ഞാൽ സെപ്പറേറ്റ് പോകണമെന്നില്ല. ഒരു ബാച്ചിൽ ഒരു കുട്ടി ഹൈസ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷെ അവിടെ തന്നെ ഈ KG സെഷൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഫ്രീ ടൈം കിട്ടുമ്പോൾ KG സെഷനിൽ പ്രാക്ടീസിനായിട്ട് പോകും. അങ്ങനെ ചെയ്തിരുന്നു. ചിലര് KG-യിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡിലൊക്കെ ആയിരിക്കും വർക്ക് ചെയ്യുന്നത്. അവർ ഈ മെത്തേഡ് അവിടെ അപ്ലൈ ചെയ്ത് നോക്കും. അങ്ങനെ അവര് അത് ഫുൾഫിൽ ചെയ്യും ആയിട്ട് ടീച്ചിങ് പ്രാക്ടീസ് എന്ന രീതിയിൽ. അങ്ങനെയും ചെയ്യും. അല്ലാതെ ഉള്ളവർക്ക് ഒരു സ്കൂള് സെലക്ട് ചെയ്ത് 10 to 15 days നിങ്ങൾക്ക് എത്ര നാൾ വേണമെങ്കിലും ചെയ്യാം. ആ സ്കൂള് പെർമിറ്റ് ചെയ്യുവാണെങ്കിൽ, നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ, ഒരു എക്സ്പീരിയൻസ് ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞാൽ കുറെ പേര് 1 month 3 months ഒക്കെ ചെയ്യുന്നവരുണ്ട്. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ അതുപോലെയുള്ള ഒരു സ്കൂള് സെലക്ട് ചെയ്യണം. ഈ എപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന് പോവാം അതും കൂടെ പറയട്ടെ. നമ്മളിപ്പോ സബ്ജക്റ്റ് പറഞ്ഞു വന്നപ്പോ പാർട്ട് 3 പറഞ്ഞു കോർ ടോപ്പിക് ആണെന്ന്. അവിടെയാണ് നമ്മൾ മോണ്ടിസോറി മെത്തേഡ് പഠിക്കാൻ തുടങ്ങുന്നത്. അതും അറിഞ്ഞിട്ട് ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നതായിരിക്കും നല്ലത്. ഫ്രം അവർ സൈഡ് നമ്മൾ ടൈം ഷെഡ്യൂൾ ചെയ്യേണ്ടത് ആ ഒരു ടൈമിലായിരിക്കും. ഇനി നമ്മൾ പോകാൻ പോകുന്ന സ്കൂള്
ആ സ്കൂളിന്റെ പ്രൊഫൈല് നോക്കണം. കാരണം ഞാൻ അവിടെ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ബയോഡേറ്റയിൽ ഞാൻ ഈ സ്കൂളിലാണ് ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തതെന്ന് എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ കാണുമ്പോൾ ഒരു ഇംപ്രഷൻ വരണമല്ലോ. ആ രീതിയിൽ സ്കൂൾ സെലക്ട് ചെയ്യാം. ഇനി അതല്ല, എന്റെ മക്കള് പഠിക്കുന്ന സ്കൂളാണ്, അപ്പൊ അവിടെ ചെയ്തു കഴിഞ്ഞാൽ എനിക്കും അവിടെ ഒരു ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ ഒരു പ്രിഫറൻസ് കിട്ടുമല്ലോ, അപ്പം എളുപ്പമായിരിക്കും. അങ്ങനെ ചിന്തിച്ച് അങ്ങനെയും സെലക്ട് ചെയ്യാം. ചിലർക്ക് സർവീസ് എന്നുള്ള ഒരു ഇതുണ്ടാവും, സർവീസ് പോലെ ചെയ്യണമെന്ന്. അങ്ങനെയുള്ളവരാണ് ഗവൺമെന്റ് സ്കൂളുകളും ബഡ് സ്കൂളുകളും സെലക്ട് ചെയ്യും. നമ്മളുടെ ഒരു സേവനം അവർക്ക് കൊടുക്കണം എന്നുള്ള രീതിയിൽ അങ്ങനെ പോയി ടീച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നവരും ഉണ്ട്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ചെയ്യാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്കൂളിന്റെ അക്കാദമിക് പ്ലാൻ ഒന്ന് മനസ്സിലാക്കുന്നത് നന്നായിരിക്കും. നമ്മൾ പോകുന്ന സമയത്ത് അവിടെ എക്സാംസ് ആണെങ്കിൽ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നും ഉണ്ടാവില്ല. എക്സാം ഡ്യൂട്ടി ഒക്കെ ചെയ്തിട്ട് വരേണ്ടി വരും. പിന്നെ സ്പോർട്സ്, ആർട്സ്, അങ്ങനെ ആനുവൽ ഡേ അങ്ങനെയൊക്കെ വരുന്ന സമയമാണെങ്കിലും അപ്പോഴും നമുക്ക് ചിലപ്പോൾ കാര്യമായ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഈ ആർട്സ്, സ്പോർട്സ്, ആനുവൽ ഡേയിലൊക്കെ ഹെൽപ്പ് ചെയ്യാനും ഓരോ കാര്യങ്ങളും ചെയ്യാനേ കിട്ടുള്ളൂ. നമ്മളുടെ മെത്തേഡ് അപ്ലൈ ചെയ്യുന്ന രീതിയിൽ ഒന്നുണ്ടാകും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ ടൈം ഒന്ന് സെറ്റ് ചെയ്ത് പോകണം. എക്സാം ടൈം ആണെങ്കിൽ ഒന്നുമില്ലെങ്കിൽ എക്സാം കഴിഞ്ഞിട്ട് പോകണം. അങ്ങനെയൊക്കെ നോക്കി ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. പിന്നെ നമ്മളുടെ കോഴ്സ് റിലേറ്റഡ് ആയിട്ട് പറയുവാണെങ്കിൽ ഓരോ യൂണിറ്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് തരും. അതായത് നമ്മൾ പറഞ്ഞല്ലോ MCQ ആയിരിക്കും, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും മെയിൻ എക്സാമിന്. അതിന്റെ പോലെ തന്നെ മോഡലിലായിരിക്കും മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. മോക്ക് ടെസ്റ്റ് ഓരോ യൂണിറ്റിനനുസരിച്ച് നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് 5 ക്വസ്റ്റ്യൻസ് തുടങ്ങി ഒരു 10 ക്വസ്റ്റ്യൻസോ ഡിപ്പെൻഡിങ് ഓൺ ദ ടീച്ചർ. ഞാനൊക്കെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻ തരുന്ന ആളാണ്. അപ്പം ചില ടീച്ചേഴ്സ് നിറയെ ക്വസ്റ്റ്യൻസ് ഒക്കെ തരും. അപ്പൊ അങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ അതിനനുസരിച്ച് നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് പ്രൊവൈഡ് ചെയ്യും. അത് ആ ഒരു ലെസൺ നല്ലപോലെ മനസ്സിലാക്കി അതിന് ശേഷം മാത്രം അതൊന്ന് അറ്റൻഡ് ചെയ്ത് നോക്കുക. വെറുതെ വന്ന് കറക്കി കുത്തുന്ന ആ പരിപാടി വേണ്ട. നമ്മൾ ടോപ്പിക് മനസ്സിലാക്കിയെന്നൊരു പൂർണ്ണ ബോധ്യം വരുമ്പോൾ അത് ആൻസർ ചെയ്ത് നോക്കുക. അപ്പൊ തന്നെ നമുക്ക് സ്കോർ കിട്ടും. മോക്ക് ടെസ്റ്റിന് നമുക്ക് ഏതാണ് എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ഏതാണ് തെറ്റിപ്പോയെന്നൊക്കെ മനസ്സിലാകും. അപ്പൊ നമുക്ക് അതൊന്നുകൂടെയൊക്കെ വെരിഫൈ ചെയ്ത് നമുക്ക് പലതവണ പ്രാക്ടീസ് ചെയ്യാം. മോക്ക് ടെസ്റ്റ് അവിടെ കിടക്കുന്നുണ്ടാവും, നിങ്ങൾ അങ്ങനെ പലതവണ പ്രാക്ടീസ് ചെയ്യുന്ന വെച്ചാൽ കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെ പ്രൊവൈഡ് ചെയ്യും. പിന്നെ നമ്മളുടെ ഇതൊരു ആക്ടിവിറ്റി ഓറിയന്റഡ് കോഴ്സാണ്. തിയറി ഇങ്ങനെ കാണാതെ പഠിക്കുന്ന പരിപാടിയല്ല, സബ്ജക്ട് സ്റ്റഡിങ് അല്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലേണിംഗ് പ്രോസസ്സാണ്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു ലേണിംഗ് പ്രോസസ്സിലൂടെ കടന്നു പോകും. ഒരു വഞ്ചിയിൽ എല്ലാവരും കൂടെ ചേർന്ന് യാത്ര ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ ഈ ഒരു ലേണിംഗ് പ്രോസസ്സിൽ പരസ്പരം ഷെയറിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് ചില അസൈൻമെന്റ് ടോപ്പിക്കുകൾ തരും. അപ്പൊ നിങ്ങൾക്കത് അസൈൻമെന്റ് ആയിട്ട് എഴുതി സബ്മിറ്റ് ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമും ഉണ്ടാവും. അത് സബ്മിറ്റ് ചെയ്യാം. ഈ അസൈൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഞാൻ ഓറിയന്റേഷൻ സെഷനിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങളുടെ വ്യൂസ് ആണ്, അങ്ങനെയുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരുന്നത്. അത് ChatGPTക്കോ AI-ക്കോ ഗൂഗിളിനോ ഒക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ എത്രത്തോളം പറ്റുന്നുള്ളത് എനിക്കറിയില്ല. നമ്മളുടെ കാഴ്ചപ്പാട് എന്താണ് ആ ഒരു കാര്യത്തെ കുറിച്ച്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എല്ലാവരുടെയും ആൻസർ ഡിഫറെന്റ് ആയിരിക്കും. നമുക്കങ്ങനെ കോപ്പി ചെയ്യുക അങ്ങനത്തെ ഒരു പരിപാടി നമുക്ക് തോന്നില്ല. എനിക്ക് എന്റെ അഭിപ്രായമാണ് ഞാൻ എഴുതേണ്ടതെന്നുള്ളൊരു ഫീല് നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മുടെ അസൈൻമെന്റ് അത്രത്തോളം ഭംഗിയാവും. പിന്നെയുള്ളത് ആക്ടിവിറ്റീസ് ആണ്. നമുക്ക് കുറേ മെറ്റീരിയൽസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈക്ക് ഡോക്ടർ മറിയ മോണ്ടിസോറി കുറേ മെറ്റീരിയൽസ് ഡിസൈൻ ചെയ്തിരുന്നു. അതെല്ലാം ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം ഭയങ്കര കോസ്റ്റ്ലി. അവര് റിയൽ ആയിട്ടുള്ള ഒബ്ജക്ട്സ് കൊണ്ടിട്ടാണ് ഡിസൈൻ ചെയ്തത്. ലൈക്ക് ഗ്ലാസ്, വുഡ്, മെറ്റൽ. അവർ ആർട്ടിഫിഷ്യലോ സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളൊന്നും യൂസ് ചെയ്തില്ല. അപ്പൊ അങ്ങനെ നമ്മൾ ഈ ആ കാര്യങ്ങളെ പറ്റി പറയുമ്പോഴേക്ക് നമ്മൾക്ക് ലോ കോസ്റ്റിൽ ചെയ്യാൻ പറ്റുന്ന ചില മെറ്റീരിയൽസ് ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. ബാക്കിയുള്ളതിൻ്റെയൊക്കെ ചിലതിൻ്റെയൊക്കെ റിപ്ലിക്ക ചെയ്യണമെന്നേ ഉള്ളൂ. അപ്പൊ ഏതൊക്കെ ചെയ്യേണ്ടതെന്നുള്ള ലിസ്റ്റ് ടീച്ചേഴ്സ് തരും. അത് ഓരോരോ ക്ലാസ്സിൽ ചിലപ്പോൾ ഈ ഒരാഴ്ച ഒരെണ്ണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ചെയ്ത് തീരുമ്പോഴായിരിക്കും അടുത്തത് പറയുള്ളൂ. എല്ലാം കൂടെ ഒരുമിച്ച് തരില്ല കേട്ടോ. പിന്നെ നമ്മള് കൊച്ചുകുട്ടികളാണ്, അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പലപ്പോഴും കഥകൾ പറഞ്ഞു കൊടുക്കൂലേ നമ്മൾ വീട്ടിലെ മക്കൾക്കാണെങ്കിലും പഠിപ്പിക്കുന്ന കുട്ടികൾക്കാണെങ്കിലും. സ്റ്റോറി നറേഷൻ അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ സ്റ്റോറി പറഞ്ഞു കൊടുക്കുന്നതിന് രീതി, നമ്മുടെ വോയിസ് മോഡുലേഷനും ഒക്കെ ഉണ്ടാവും അല്ലെ. ഇപ്പൊ സ്റ്റോറിയിൽ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടാവും.
ആനിമൽസ് ഒക്കെ ആണെങ്കിൽ ആ ആനിമൽസിന്റെ ഒക്കെ മാസ്ക്, ഫേസ് മാസ്ക് ഇല്ലേ, അത് നമ്മളുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് മാസ്ക് യൂസ് ചെയ്തിട്ട് കുട്ടികൾക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ട് കഥകൾ പറഞ്ഞു കൊടുക്കാം. അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി കുട്ടികളെ കൊണ്ട് ഒരു റോൾ പ്ലേ പോലെ നമുക്ക് ചെയ്യിക്കാം. അങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ പല പല ക്യാരക്ടേഴ്സിന്റെ മാസ്ക് ഉണ്ടാക്കി വെക്കുന്നത് നന്നായിരിക്കും. ചില കുട്ടികൾ ഫേസിന്റെ അത്രയുമുള്ള രീതിയിൽ തന്നെ മാസ്ക് ഉണ്ടാക്കി ഇങ്ങനെ ടോയിൻ വെച്ചിട്ട് ഇങ്ങനെ വയ്ക്കുന്ന രീതിയിലുള്ള ഉണ്ടാക്കി, പിന്നെ സ്റ്റിക്ക് വെച്ച് ഇങ്ങനെ പിടിക്കുന്ന രീതിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ചില കുട്ടികൾ സ്റ്റോറി പറയാനകത്ത് ഫിംഗേഴ്സ് യൂസ് ചെയ്യും. ഫിംഗേഴ്സിൽ ഇങ്ങനെ ക്യാപ്പ് പോലെ പപ്പറ്റ്, ചെറിയ ചെറിയ പേപ്പർ പപ്പറ്റ്സ് ഇല്ലേ, അതുപോലെ ഉണ്ടാക്കിയിട്ട് ക്യാപ്പ് പോലെ ഫിംഗേഴ്സിലിട്ടിട്ട് ഫിംഗേഴ്സ് യൂസ് ചെയ്തിട്ട് അങ്ങനെ സ്റ്റോറി നറേഷൻ ചെയ്തിട്ടൊക്കെ ക്ലാസ്സിലൊക്കെ കാണിക്കാറുണ്ട് കേട്ടോ അങ്ങനെ സ്റ്റോറി. അങ്ങനെയൊക്കെ ചെയ്യും. അപ്പൊ അതാണ് ഒരു ഓവറോൾ ഐഡിയ. ഇതാണ് നമ്മളുടെ ക്ലാസ്സിന്റെ രീതികളും എങ്ങനെയാണ് അസൈൻമെന്റ്സ്, ആക്ടിവിറ്റീസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പോകുന്നത്. പിന്നെ നിങ്ങൾക്ക് ക്ലാസ് റൂമില് ക്വസ്റ്റ്യൻ വന്നതിന് ശേഷം മാത്രമേ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരുന്നതിന് 1-2 ആഴ്ച മുമ്പേ അസൈൻമെന്റ് നമ്മൾ ക്ലാസ്സിൽ പറയും, ഡിസ്കസ് ചെയ്യും, ചെയ്തു വെച്ചോളൂ, ക്വസ്റ്റ്യൻ വരുമ്പോഴേക്കും നിങ്ങൾ സബ്മിറ്റ് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ പറയും. അതിങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും ബാച്ചുകളുടെ ഇങ്ങനെ നോക്കി വരണുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് ക്ലാസ്സിൽ അസൈൻമെന്റ് പറഞ്ഞിട്ട് നമ്മള് ചിലപ്പോൾ ക്വസ്റ്റ്യൻ തരുന്നത് ചിലപ്പോൾ 2-3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും. പിന്നെ അത് കറക്റ്റ് ചെയ്ത് കിട്ടാൻ ചിലപ്പോൾ ഒരു 1 മന്ത് ഒക്കെ പിടിക്കും. കാരണം അത്രയും ബാച്ചുകൾ നോക്കേണ്ടത് കൊണ്ട്. അതുകൊണ്ട് 1 മന്ത് ആയിട്ടൊക്കെ അതിന്റെ മാർക്ക് കിട്ടിയില്ലെങ്കിൽ ഇൻഫോം ചെയ്താൽ മതി. ഇതൊക്കെയാണ് നമ്മളുടെ കാര്യങ്ങൾ. ഇനി നമ്മൾ ഫസ്റ്റ് സബ്ജക്ട്, നമ്മളുടെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് അതിലേക്ക് പോവുകയാണ്. നമുക്ക് ഒത്തിരി കാര്യങ്ങൾ നമ്മളുടെ ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനായിട്ടുണ്ടാവും. ഞാനതൊന്ന് ഷെയർ ചെയ്യാം എന്റെ PDF. നമ്മുടെ സബ്ജക്റ്റിലെ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള സബ്ജക്റ്റിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് മോഡേൺ കൺസെപ്റ്റ് ഓഫ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഓക്കെ, അപ്പൊ ആ ഒരു ടോപ്പിക്കിൽ 3 കാര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന എന്താണ്? ആരോഗ്യം. 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 അങ്ങനെയുള്ള ആരോഗ്യം, രോഗമില്ലാത്ത അവസ്ഥ. രോഗമില്ലാത്ത അവസ്ഥ. ഇനി എന്തെങ്കിലും ഉണ്ടോ? പോഷകാഹാരം. പോഷകാഹാരം, ന്യൂട്രീഷ്യസ് ഫുഡ്. ഓക്കെ. ഇമ്മ്യൂണിറ്റി പവർ. ഇമ്മ്യൂണിറ്റി പവർ, നമുക്ക് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു കഴിവ് അല്ലെ, ഇമ്മ്യൂണിറ്റി പവർ. ഓക്കെ, വെരി ഗുഡ്. ഇമോഷണലി ആൻഡ് മെന്റലി ഹെൽത്ത് ആയിരിക്കാം. ഇമോഷണലി ആൻഡ് മെന്റലി ഹെൽത്തി ആയിരിക്കണം അല്ലെ. ശരീരത്തിന് മാത്രം പോരാ, നമ്മളുടെ മനസ്സിനും ആരോഗ്യം വേണം. ഇമോഷൻസ് വരുമ്പോൾ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റണം. പല രീതിയിലുള്ള ഇമോഷൻസ് വരാം. ഓക്കെ, ഫൈൻ, വെരി ഗുഡ്. ഇനി എന്തെങ്കിലും ഉണ്ടോ ഹെൽത്ത് റിലേറ്റഡ് കാര്യങ്ങൾ? ഓക്കെ, സോ ആരോഗ്യം, നമ്മളുടെ ആരോഗ്യം, നമ്മളുടെ മാത്രം ആരോഗ്യം ഇമ്പോർട്ടന്റ് ആണോ? ഇൻഡിവിജ്വൽ ആണോ? ഹെൽത്ത് എന്ന് പറയുന്നത് ഇൻഡിവിജ്വലിന്റെ, സൊസൈറ്റി, നമ്മുടെ ഫാമിലി, നമ്മുടെ സൊസൈറ്റി, നമ്മുടെ ഫ്രണ്ട്സിനൊരു എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾക്കും ഭയങ്കര വിഷമാവും. നമ്മൾ അവരെ ശ്രദ്ധിക്കും അല്ലെ. നമ്മുടെ കൊളീഗ്സ്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നവരുണ്ടെങ്കിൽ, നമ്മുടെ കൂടെ പഠിക്കുന്നവരുണ്ടെങ്കിൽ, ഒക്കെ ക്ലാസ്സിൽ ഇത്രയും പേര് വന്നു, ഒരു കുട്ടി 2-3 ദിവസം വരാതാവുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും, നമ്മൾ അന്വേഷിക്കും, എന്താ വരാത്തത്, എന്തെങ്കിലും സുഖമില്ലാത്തതാണോ എന്നൊക്കെ നമ്മൾ അന്വേഷിക്കും അല്ലെ. ടീച്ചേഴ്സ് ആരെങ്കിലും 2-3 ദിവസം ലീവായി, നിങ്ങൾ അന്വേഷിക്കും. അപ്പൊ നമുക്ക് എല്ലാവരുടെയും ആരോഗ്യത്തെ കുറിച്ച് ഒരു കൺസേൺ ഉണ്ട്. എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ അല്ല, ഫാമിലിയുടെയും ഒരു സൊസൈറ്റിയുടെയും നമ്മുടെ ഫ്രണ്ട്സിന്റെയും കൊളീഗ്സിന്റെയും എല്ലാവരുടെയും വരും. ഓക്കെ, അങ്ങനെയാകുമ്പോ നമുക്കറിയാം എങ്ങനെ ഹെൽത്തിനെ മാനേജ് ചെയ്യണം എന്നുള്ള കാര്യം. കൊച്ചുകുട്ടികൾക്ക് നമ്മളത് പകർന്നു കൊടുക്കണം അല്ലെ. ഓക്കെ, ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുമ്പോ എന്താ മനസ്സിലേക്ക് വരുന്നത്?
ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുക വേണോ? ബോഡി ഹെൽത്തി ഫുഡ്, ശാരീരികപരമായിട്ട് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടിലാണ്. എക്സസൈസ്, ആക്റ്റീവായിട്ടിരിക്കുക, ബോഡി കൊണ്ട് ഫിറ്റ് ഹെൽത്തി ആയിട്ട് ഫുഡ് കഴിക്കുന്നതിനെ പറ്റി Okay, എന്താ ഓക്കെ, ബുദ്ധിമുട്ട് എന്താ പറഞ്ഞേ? തന്നെയാണോ? ആരോ പറഞ്ഞു എന്തോ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു. എനിക്ക് ക്ലിയർ ആയില്ല. ശാരീരികപരമായിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള ഫിറ്റ്നസ്, ശാരീരികപരമായിട്ടുള്ള ആരോഗ്യം. ഓക്കെ, ശാരീരികപരമായിട്ടുള്ള ആരോഗ്യം, ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം അല്ലെ? നമ്മുടെ ബോഡി നല്ല ഫിസിക്കലി ഫിറ്റ് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉറക്കം തൂങ്ങി ക്ഷീണിച്ചിരിക്കും. ഫിസിക്കലി ഫിറ്റ് ആയിരിക്കാൻ നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നുണ്ട്? എന്തൊക്കെ എക്സസൈസുകൾ ചെയ്യാം, എന്തൊക്കെ ചെയ്യാം? സൂംബ ചെയ്യാറുണ്ട്. സൂംബ ചെയ്യാം, യോഗ ചെയ്യാം. നമ്മളുടെ ഏജ് ബ്ലാങ്ക്, നമ്മുടെ മോർണിംഗ് വാക്ക്, കേൾക്കാൻ പറ്റും. പിന്നെ ഔട്ട്ഡോർ ഗെയിംസ് കളിക്കാം. ചിലർ ഷട്ടിൽ കളിക്കാൻ പോവാറുണ്ട്. അങ്ങനെ മ്യൂസിക് കേൾക്കാൻ നല്ലതായിരിക്കും. മ്യൂസിക് കേൾക്കുന്നതാണ്. ഓക്കെ, നമ്മളുടെ ഏജിനും ഹെൽത്തിനും അനുസരിച്ചുള്ള എക്സസൈസുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് നമുക്ക് സെലക്ട് ചെയ്യാം ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരിക്കാൻ. അല്ലെ? ദിവ്യ ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? എന്തെങ്കിലും പറയാനാണോ? ഓക്കെ, ഇനി വെൽനസ് എന്ന് പറഞ്ഞാൽ എന്താ? ഹെൽത്ത് പറഞ്ഞു, നമ്മള് ഫിസിക്കൽ ഫിറ്റ്നസ് എന്താന്ന് പറഞ്ഞു. എന്താണ് വെൽനസ്? സൗഖ്യം അല്ലെ? വെൽഫെയർ എന്നൊക്കെ പറയണുള്ള ക്ഷേമം, സുഖം, സന്തോഷം, സമാധാനം എല്ലാം കൂടെ വരുന്നൊരു അവസ്ഥ. നല്ല ഭക്ഷണമുണ്ട്, ശരിയാണ്. ആ നല്ല ഭക്ഷണം, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ച് ഞാൻ നല്ല ഹെൽത്തി ആയി. എനിക്ക് ഫിസിക്കലി ഫിറ്റ്നസിന് വേണ്ടുന്ന ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. പക്ഷെ ഒരു സന്തോഷവും സമാധാനവും ഇല്ലെങ്കിൽ നമുക്ക് ഇതെല്ലാം ഉണ്ട്. പക്ഷെ എപ്പോഴും വീട്ടിൽ വഴക്കും ബഹളവും, അല്ലെങ്കിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഭയങ്കര പ്രഷർ, ഞാൻ പഠിക്കുന്ന സ്ഥലത്തും ഭയങ്കര ബുദ്ധിമുട്ട് ആണ്, ഒരു സുഖവും ഇല്ല എന്ന് നമ്മൾ പറയും അല്ലെ? അപ്പോ വെൽനസ് എന്ന് പറയുന്നത് അതാണ്. നമ്മുടെ സുഖം, സന്തോഷം, സമാധാനം, ക്ഷേമം, സൗഖ്യം എന്നൊക്കെ പറഞ്ഞില്ലേ ഇപ്പൊ, അതാണ് വെൽനസ് എന്ന് പറയുന്നത്. വെൽനസ് തന്നെ പല ഏരിയയിലുണ്ട് വെൽനസ്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് ഞാൻ പറഞ്ഞു തരും. ഇപ്പൊ ജസ്റ്റ് അതിലൊരു കാര്യം പറയാം. ക്ലൈമറ്റ് നമ്മുടെ വെൽനസിനെ ബാധിക്കുന്നു. ഞാനിപ്പോ ഇവിടെ ഇരുന്ന് ക്ലാസ് എടുക്കുവാണ്. എനിക്ക് ക്ലാസ് റൂമില് ഫാനുണ്ട്, AC ഉണ്ട്. അപ്പൊ എനിക്ക് ചൂട് എന്നുള്ളത് എന്നെ ബാധിക്കില്ല. പക്ഷെ ഇത് രണ്ടും കംപ്ലൈന്റ് ആയി എന്ന് വിചാരിച്ചു, വർക്കിംഗ് അല്ല. എനിക്ക് മര്യാദയ്ക്ക് ഇരുന്ന് ക്ലാസ് എടുക്കാൻ പറ്റില്ല. ചൂട് കാരണം ഞാൻ ഭയങ്കര അസ്വസ്ഥമാകും, ഞാൻ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആകും. നല്ലൊരു ഔട്ട്പുട്ട് എനിക്ക് നിങ്ങൾക്ക് തരാനായിട്ട് പറ്റില്ല. അതുപോലെ നമ്മൾ നല്ല പോലെ നമ്മുടെ ഫ്രണ്ടിന്റെ കല്യാണമാണ്, ഡ്രസ്സൊക്കെ ചെയ്ത് നല്ല ആയിട്ട് ഒരുങ്ങി ഇറങ്ങാൻ പോവുകയപ്പോഴേക്കും ഭയങ്കര കോരിച്ചൊരിയുന്ന മഴ. നമുക്ക് സന്തോഷം തോന്നുന്നു, ആകെ മൂഡ് ഓഫ് ആയി പോകൂലേ? അപ്പൊ അതാണ് ക്ലൈമറ്റ് നമ്മളുടെ സുഖം, സന്തോഷം, സമാധാനത്തെ ബാധിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെൽനസിന് പല ഡയമെൻഷൻസ് ഉണ്ട്. ക്ലൈമറ്റ് മാത്രമല്ല, സാമ്പത്തികം. നമുക്ക് ആവശ്യത്തിന് നമുക്ക് കാശ് നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ ആകെ ഭയങ്കര അസ്വസ്ഥതയിലായിരിക്കും, ഭയങ്കര വിഷമത്തിലായിരിക്കും. അപ്പൊ അങ്ങനെ പല പല ഫാക്ടേഴ്സ് നമ്മളുടെ വെൽനസിനെ ബാധിക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ വരും. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഹെൽത്ത് എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് അതിലേക്ക് പോവുകയാണ്. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് ആണ് നമ്മുടെ എന്ന് പറയുന്നത്. അപ്പൊ അതില് പൊതുവെ ക്ലാസ് പോകുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ആരെങ്കിലും 1-2 പാരഗ്രാഫ്സ് റീഡ് ചെയ്യും, നമ്മളത് ഡിസ്കസ് ചെയ്യും. അങ്ങനെ എല്ലാവരും റീഡ് ചെയ്യണം എന്നാണ്. അപ്പൊ നമുക്ക് ആ റീഡിങ് നമ്മൾ പറയുന്ന ഈവൻ ഞാൻ പറയുന്ന പ്രൊനൗൺസിയേഷൻ തന്നെ ഭയങ്കര വിയർഡായിട്ട് തോന്നാം പല സമയത്തും. അപ്പൊ നമ്മളുടെ നല്ല രീതിയിൽ പ്രൊനൗൺസ് ചെയ്യുന്ന മറ്റുള്ളവരുണ്ടാകും. അപ്പൊ അത് കേൾക്കുമ്പോൾ യെസ്, ഞാൻ ഇവിടെ കറക്റ്റ് ചെയ്യണം എന്ന് നമുക്ക് മനസ്സിലാകും. അല്ലാണ്ട് നമ്മളിവിടെ ആരെയും ജഡ്ജ് ചെയ്യാനോ അനലൈസ് ചെയ്യാനോ പൊട്ടത്തര വായിക്കണേന്നോ പറയാനോ ഒന്നും അല്ല ഇരിക്കുന്നത്. വട്ട് എവർ ഇറ്റ് ബി, ഓവർ ഇറ്റ് ബി, ആരെങ്ങനെ വന്നാലും അവരെ ആ രീതിയിൽ തന്നെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. നമ്മൾ കറക്റ്റ് ചെയ്യില്ല, പക്ഷെ നമ്മൾ കേട്ട് നമ്മൾ സെൽഫ് കറക്ഷൻ നമ്മൾ നടത്തും. അതാണ് മോണ്ടിസോറി മെത്തേഡ്. നമ്മൾ ഒരാളെ കറക്റ്റ് ചെയ്യുമ്പോൾ അയാൾക്കൊരു ഓക്വേർഡ് ഫീലിംഗ് ആയി പോകൂലേ?
നമ്മൾ ഒത്തിരി ക്ലോസ് ഫ്രണ്ട് ആണെങ്കിൽ നമുക്ക് ആ ഒരു ഫ്രീഡം ഉണ്ട്. അല്ലാതെ നമ്മൾ പബ്ലിക്കലി ഒരാളെ കറക്റ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഇസ് നോട്ട് ഡൺ. അതൊരു ഇതില്ല. പക്ഷെ നമ്മൾ അവരെ കാണിച്ചു കൊടുക്കും. അവരോട് ഡയറക്ട്ലി പറയാതെ ദിസ് ഈസ് ദ റൈറ്റ് വേ എന്ന് പറയും. എന്നെ കറക്റ്റ് ചെയ്യാട്ടോ, നോ പ്രോബ്ലം, എനിക്കതൊരു പ്രശ്നമില്ല, ഐ ലൈക്ക് ടു ഡു. ബട്ട് നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ അങ്ങനെയാണ്, കുട്ടികൾ തന്നെയാണ് അവരുടെ മിസ്റ്റേക്സ് കറക്റ്റ് ചെയ്ത് പോകുന്നത്. അപ്പൊ അവരുടെ കോൺഫിഡൻസ് ലെവൽ കൂടും. ഒരാള് നീ ചെയ്തത് പൊട്ടത്തരാണ്, മണ്ടത്തരാന്ന് പറയുമ്പോഴേക്കും ഭയങ്കര ഒരു ഗിൽട്ടി ഫീൽ തോന്നും. എന്നെ കൊണ്ട് പറ്റില്ല, ഐ നോട്ട് ഗുഡ് ഫോർ ദിസ് എന്നൊരു ഫീൽ അവരുടെ ഉള്ളിൽ വരും. അപ്പൊ അങ്ങനെ ആവരുത്. അപ്പൊ അതുകൊണ്ട് അവർ തന്നെ കറക്റ്റ് ചെയ്യും. നമ്മള് കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അത് ശരിയല്ലാന്ന് തോന്നുവാണെങ്കിൽ നമുക്കിത് ഒരുമിച്ച് ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് നമ്മളൊരു ഡിപ്ലോമാറ്റിക് ആയിട്ട് നമ്മൾ അതിനെ ഡീൽ ചെയ്യില്ലേ, അവർക്ക് ഫീൽ ചെയ്യാത്ത രീതിയിൽ. സെയിം മെത്തേഡ്. ഓക്കെ. സോ ഹെൽത്ത് എന്നുള്ളതിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അപ്പൊ അതിലൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ്. അതിന്റെ താഴെ ഹെൽത്ത് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതില് നമുക്ക് വേണ്ടത് ആദ്യത്തെ പാരഗ്രാഫ് പിന്നെ ഹെൽത്ത് എന്നുള്ള ആ ഒരു പാരഗ്രാഫ്, ഈ രണ്ട് പാരഗ്രാഫ് വായിക്കാൻ ആരാ റെഡി ആയിട്ടത്? ഞാൻ വായിക്കാം. ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് മുതലാ? അതെ, 2 പാരഗ്രാഫ്സ്. ഹെൽത്തിനെ കുറിച്ചൊരു ബുള്ളറ്റ് പോയിന്റ് കണ്ടോ, അതും കൂടെ വായിക്കാം. Okay. Health, physical fitness and wellness. It is the duty of all individuals to care for and maintain a healthy, a happy and worthy human life. This can be made possible only by paying consideration to wellness that includes health and physical fitness. Health is a state of being intentional with the freedom of disease and illness that include a positive fundamental wellness associated with quality of life and positive well-being also. നമ്മളുടെ എല്ലാവരുടെയും, നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഒരു ഹാപ്പി ആൻഡ് വർത്തി ഹ്യൂമൻ ലൈഫ് ആണല്ലേ, നല്ല സുഖത്തോടെയും സന്തോഷത്തോടെയും കൂടി ജീവിക്കുക എന്നുള്ളതാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഓക്കെ, കുറെ വർഷങ്ങള് കഷ്ടപ്പെട്ട് ബെഡിലും കിടന്ന് അസുഖം പിടിച്ച് കുറെ വർഷങ്ങൾ ജീവിക്കുന്നതാണോ, അതായത് ലൈഫിന്റെ ക്വാണ്ടിറ്റി കൂട്ടുന്നതാണോ നല്ലത്, ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതാണോ നല്ലത്? ക്വാളിറ്റി. അങ്ങനെ ക്വാളിറ്റി, ഒരു വർത്തി ലൈഫ്, ക്വാളിറ്റി നമ്മുടെ ലൈഫിന് കൂട്ടണമെങ്കിൽ നമ്മളുടെ ആക്ഷൻസ് അതുപോലെ ആയിരിക്കണം അല്ലെ, നമ്മുടെ പ്രവൃത്തികൾ അതുപോലെ ആയിരിക്കണം. നമ്മൾ ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കണം, നമ്മുടെയും മറ്റുള്ളവരുടെയും എല്ലാം ഹെൽത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കണം. അപ്പൊ അങ്ങനെ, അപ്പോ അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് വരുന്നതാണ് ഫിസിക്കൽ ഫിറ്റ്നസ്, വെൽനസ്. ഈ മൂന്നും ഒരു ട്രയാങ്കിൾ വരയ്ക്കുവാണെങ്കിൽ ഒരു ട്രയാങ്കിളിന്റെ മൂന്ന് സൈഡ്സ് ഇല്ലാണ്ട് നമുക്ക് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ഇത് മൂന്നും നമ്മുടെ ലൈഫിൽ ബാലൻസ് ചെയ്ത് പോയാലാണ് നമ്മൾക്ക് ഇതുപോലെ ക്വാളിറ്റി ലൈഫ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഹെൽത്ത് എന്ന് പറയുന്നത് അസുഖങ്ങളിൽ നിന്ന്, ഡിസീസ്, ഇൽനെസ്, അങ്ങനെയുള്ള രോഗം, അതിൽ നിന്നെല്ലാം ഉള്ളൊരു ഫ്രീഡമാണ്. അപ്പൊ അങ്ങനെ അസുഖങ്ങളില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മൾ പോകണമെങ്കിൽ നമ്മളുടെ പ്രവൃത്തികളും അതുപോലെ നല്ലതായിരിക്കണം, ഹൈജീൻ ആയിരിക്കണം അല്ലെ, നല്ല ഹൈജീൻ, വൃത്തി ഉണ്ടായിരിക്കണം, നമ്മൾ ജീവിക്കുന്ന സാഹചര്യം വൃത്തിയുള്ളതായിരിക്കണം. ക്വാളിറ്റി ഓഫ് ലൈഫിനെ പോസിറ്റീവായിട്ട് നമുക്ക് കൊണ്ടുപോകാനായിട്ടും പറ്റണം. ആ ഒരു രീതിയിൽ പോകണം. അതാണ് ഹെൽത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നുണ്ട്. ആ ഒരു പാരഗ്രാഫ് ആരാ വായിക്കും? നിങ്ങൾക്ക് ടെക്സ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലാന്നല്ലേ പറഞ്ഞത്? ഇതില് PDF നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഫിസിക്കൽ വെൽനസ് ഈസ് ദി എബിലിറ്റി. ഫിസിക്കൽ അല്ല, ഫിസിക്കൽ ഫിറ്റ്നസ് ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ടെക്സ്റ്റ് കിട്ടുമ്പോൾ ചിലപ്പോ കറക്റ്റ് ആയിരിക്കും കിട്ടുന്നത്, ചിലപ്പോ എന്നാലും കറക്റ്റ് അല്ലെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, വായിച്ചു. Physical fitness. Physical fitness is the ability to bring out daily tasks with vigor, alertness without yielding to weakness. It also means having ample energy to engage in leisure time activities and to handle the stress encountered in emergency situations.
Wellness. Yes, Wellness yes. is a okay. 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 Then physical fitness. നമുക്ക് നമ്മളുടെ ഹെൽത്തിനനുസരിച്ച്, നമ്മുടെ ഏജിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കൗട്ട് അല്ലെങ്കിൽ ഒരു എക്സസൈസ്, അത് അതിലൂടെ നമ്മൾ എനർജി അച്ചീവ് ചെയ്യുവാണ്. നമുക്ക് നമ്മുടെ ഡെയിലി ആക്ഷൻസ്, ഡെയിലി ആക്ടിവിറ്റീസ് നമ്മൾ എപ്പോഴും അലേർട്ടായിട്ടിരിക്കുന്ന രീതിയിൽ നല്ല അലേർട്ടായിട്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പൊ ആ രീതിയിൽ വിത്തൗട്ട് വീക്ക്നെസ്. നമുക്കറിയാം PT ഉഷ ഭയങ്കര ഒരു റണ്ണർ ആയിരുന്നു അല്ലെ. ഇപ്പോഴും അവർ പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നുണ്ട്. കുട്ടികളെ, അവർ കുറെ കുട്ടികളെ ഗ്രൂം ചെയ്ത് വിടുന്നൊക്കെ ഉണ്ട്. അവരെ സംബന്ധിച്ച് അത്ര സ്പീഡിൽ അത്രയും ദൂരം ഓടുക എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് വീക്ക്നെസ് ആണ് അവരുടെ ആ ഒരു ആക്ടിവിറ്റി ചെയ്യുന്നത്. ഡാൻസസ്, ചില ഡാൻസസ് എത്രയോ സമയം നിന്ന് ഡാൻസ് ചെയ്യുന്നു വിത്തൗട്ട് വീക്ക്നെസ്. അപ്പൊ അവർക്ക് ആ ഒരു അങ്ങനെ പെർഫോം ചെയ്യണമെങ്കിൽ അവരതിന് വേണ്ടിയിട്ട് നല്ല പോലെ പ്രിപ്പയർ ചെയ്യണം അല്ലെ. അപ്പൊ അതാണ്. അപ്പൊ നമ്മൾ ഫിസിക്കലി ഫിറ്റ് ആയിട്ടിരുന്നാൽ മാത്രമാണ് നമ്മളുടെ ആ ഒരു ആക്ഷൻ നല്ല വിത്തൗട്ട് വീക്ക്നെസ് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിന് വേണ്ടുന്ന ആംപിൾ എനർജി. പ്ലെയേഴ്സ് എത്രയോ മണിക്കൂർ ഗ്രൗണ്ടിൽ വെയിൽ കൊണ്ട് കളിക്കുന്നു, ബട്ട് അവര് നല്ല സ്റ്റാമിനയോടുകൂടി, സ്റ്റാമിന എന്ന് പറയല്ലേ, സ്റ്റാമിനയോടുകൂടി അവര് കളിക്കുന്നു. അതിനുള്ള എനർജി അവർ അച്ചീവ് ചെയ്യുന്നത് അവരെപ്പോഴും അവരുടെ ഹെൽത്ത് നോക്കി, ഫിസിക്കലി ഫിറ്റ്നസ് അതിന് ഇമ്പോർട്ടൻസ് കൊടുത്താണ്. ഓക്കെ. പിന്നെ നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും ടെൻഷൻ വരും, സ്ട്രെസ് വരും. നമ്മള് എത്ര ചിലപ്പോ നമ്മുടെ ജോബ് ഭയങ്കര ടെൻഷൻ ഉള്ളതായിരിക്കും. വീട്ടിൽ നമുക്ക് കുറെ കാര്യങ്ങൾ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര പലപ്പോഴും സ്ട്രെസ്സിൽ നമ്മളായിരിക്കും. ഈ സ്ട്രെസ് റിലീവ് ആകാനായിട്ട് നമ്മൾ പലപ്പോഴും ലെഷർ ടൈം ആക്ടിവിറ്റിയിലേക്ക് പോകൂലേ, നമ്മളുടെ അതായ രീതിയിലുള്ള വിനോദങ്ങളിലേക്കൊക്കെ പോകും. ചിലപ്പോൾ ഒരു ഔട്ടിംഗ് ആയിരിക്കും, ചിലപ്പോൾ ഒരു മൂവി കാണാനായിരിക്കും പോവുക, ചിലപ്പോൾ ഒരു പാട്ട് കേൾക്കാനായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ചെടികളോട് ഇഷ്ടമുണ്ടെങ്കിൽ അതിനെ പരിപാലിച്ചോ, ചെടി നട്ടോ, അങ്ങനെ. പിന്നെ വായനയാണെങ്കിൽ വായിക്കുക. അങ്ങനെ ഒരു ലെഷർ ടൈം ആക്ടിവിറ്റി, നമ്മുടെ സ്ട്രെസ് റിലീവർ. നമുക്ക് സ്ട്രെസ് ഒന്ന് റിലീവ് ചെയ്യണം, അതിനു വേണ്ടി ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസിലൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആകും. എന്ത് ചെയ്യുമ്പോഴും ഇറ്റ്സ് ലൈക്ക് വി ഹാവ് ദ ഫ്രീഡം ടു ഡു അല്ലെ. ബട്ട് ആ ഒരു ഫ്രീഡം എന്ന് പറയുന്നത് മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിലുള്ള ആകരുത്. ഇപ്പൊ എനിക്ക് പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ പഞ്ചായത്ത് മുഴുവൻ കേൾക്കുന്ന രീതിയിൽ പാട്ട് വെക്കുക എന്നുള്ളതല്ല. നമ്മളുടെ ഈ ഒരു എന്റർടൈൻമെന്റ്, നമ്മുടെ എൻജോയ്മെന്റ് എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബൻസ് ആകുന്ന രീതിയിലുള്ളത് ആയി പോരുന്നേ ഉള്ളൂ. ഓക്കെ. അപ്പൊ അതാണ് ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ്. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ കൂടുതലായിട്ട് ഇനി പറയുന്നുണ്ട്. അപ്പോ ഞാന് അടുത്തത് വെൽനെസ് ആണ്. അപ്പൊ വെൽനെസ് നമുക്ക് കുറേ ഡയമെൻഷൻസ് പഠിക്കാനുണ്ട് വെൽനെസിന്റെ കാര്യം. അത് ഞാൻ നിങ്ങൾക്കൊരു ലിങ്ക് ഷെയർ ചെയ്തു തരാം പിന്നീട്. നേരെ ഞാനിപ്പോ പോകുന്നത് വെൽനെസ്, അത് ഒരുമിച്ച് പറയാനാണ്. കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് താഴെ ഒരു ടോപ്പിക് വരുന്നുണ്ട്, അതിലേക്ക് പോവാണ്. വെൽനെസ് അത് കഴിഞ്ഞിട്ടെടുക്കാം. കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് കാണാം, നിങ്ങൾക്കത് റീഡ് ചെയ്യാം. കണ്ടന്റ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കി കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫസ്റ്റ് സ്ട്രെങ്ത് ഒരാൾ വായിക്കും, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻഡ്യൂറൻസ് അടുത്ത ആള്, അങ്ങനെ അങ്ങനെ ഓരോ പോയിന്റ് ഓരോരുത്തരായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും. പ്ലീസ്. Strength, a health-related component of physical fitness that relates to the capacity of the muscles to exert force. Strength. A health related component ആണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ്. നമ്മളുടെ മസിൽസിന് എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റും. ഇവൻ നല്ല സ്ട്രോങ് ആണ്, നല്ല സ്ട്രെങ്ത് ഉണ്ട് എന്ന് നമ്മൾ പറയില്ലേ. നമുക്കിപ്പോ ഒരു റൈസ് ബാഗ്, അരിയുടെ ഒരു ചാക്ക് 5 കിലോ നിഷ്പ്രയാസം നമ്മുടെ അടുത്തൊരു 10 മിനിറ്റ്, നമുക്ക് കടയിൽ നിന്ന് 10 മിനിറ്റോളം ഉണ്ടായിരുന്നു വീട്ടിലേക്ക് നടക്കണം എന്ന് വിചാരിക്കുക, നമുക്ക് പറ്റുമായിരിക്കും. 10 kg ബാഗ്. അപ്പൊ ഓരോ ആൾക്കാർക്കും, ചിലർക്ക് 2 കൈയിലും ചിലപ്പോൾ 10 kg ബാഗ് വെച്ച് വളരെ ഈസി ആയിട്ട് ഇത്ര ദൂരം ക്യാരി ചെയ്ത് വരാൻ പറ്റുമായിരിക്കും. നമ്മൾ പറയുന്നത് അവൻ ഭയങ്കര സ്ട്രോങ് ആണ്, അങ്ങനെ. അപ്പൊ അങ്ങനെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ മസിൽസിന് എത്രത്തോളം ഫോഴ്സ് എക്സേർട്ട് ചെയ്യാൻ പറ്റുന്നു
ആ ഒരു കപ്പാസിറ്റീനെയാണ് സ്ട്രെങ്ത്. എന്റെ സ്ട്രെങ്ത് അല്ലെ, നമ്മുടെ സ്ട്രെങ്ത്, ഓരോരുത്തർക്കും സ്ട്രെങ്ത് വേരി ചെയ്യാം. ഓക്കെ, സെക്കൻഡ് പോയിന്റ് എൻഡ്യൂറൻസ്. ഞാൻ വായിക്കാം മാം. Endurance, a health-related component of physical fitness that related to the muscles' ability to continue to perform without weakness. യെസ്, എൻഡ്യൂറൻസ്. നമ്മളൊരു ടാസ്ക് ചെയ്യുമ്പോൾ നമുക്കത് ആ ടാസ്ക് വിത്തൗട്ട് വീക്ക്നെസ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾക്ക് ചെയ്യാനായിട്ട് പറ്റുന്നു. ദാറ്റ് ഇസ് നമ്മുടെ എൻഡ്യൂറൻസ്. നമ്മൾ സ്റ്റാമിന എന്നൊക്കെ പറയും അല്ലെ. ഈ പല ജോബിനും ഫിസിക്കൽ ടെസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടൻസ് ആ. പോലീസ്, ആർമി അങ്ങനെ ഇങ്ങനെ പോകുന്നവർക്ക് കായികക്ഷമത പരീക്ഷ എന്നൊക്കെ നമ്മൾ പറയില്ലേ. തിയറി എക്സാം എഴുതി കഴിഞ്ഞാലും ഈ ഒരു ഇതിൽ അവര് കുറെ റൗണ്ട് ഓടിക്കും. പിന്നെ ചില ഇതിലൂടെ ഇങ്ങനെ കയറി ചാടി അങ്ങനെയൊക്കെ കുറെ ആക്ടിവിറ്റീസ് ചെയ്യിക്കും. അപ്പൊ വിത്തൗട്ട് വീക്ക്നെസ് അവരത് പെർഫോം ചെയ്യുന്നു. അത് വെച്ചിട്ടാണ് അവരുടെ മാർക്ക് ഇടുന്നതും വാല്യൂ ചെയ്യുന്നതും. ആ ഒരു സ്റ്റാമിന, അവർ ക്ഷീണിക്കുന്നുണ്ടോ, ഇത്ര ഓടിയപ്പോ ക്ഷീണിച്ച് തളർന്നു പോയോ, അങ്ങനെയുള്ള ആ ഒരു സ്റ്റാമിന അവർക്കുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ എൻട്രൻസ് അതാണ്. നമുക്ക് വിത്തൗട്ട് വീക്ക്നെസ് നമ്മളുടെ മസിൽസ് സ്ട്രെങ്ത് നമുക്ക് പറഞ്ഞു, ആ മസിൽസിന് അത് നമുക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ, അത് പെർഫോം ആ ഒരു ഇപ്പൊ ഡാൻസേഴ്സ് മണിക്കൂറുകളിൽ നിന്ന് ഡാൻസ് ചെയ്യുന്നു വിത്തൗട്ട് വീക്ക്നെസ്. ആ ഒരു പെർഫോമൻസ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. ദാറ്റ് ഇസ് എൻഡ്യൂറൻസ്. നെക്സ്റ്റ് വൺ, ഫ്ലെക്സിബിലിറ്റി. ഞാൻ വായിക്കാം. ഓക്കെ, ആരൊക്കെ രണ്ടുപേര് വന്നു. ആരായിരുന്നു? Flexibility, a health-related content of physical strength that relates the range of motion available at the job. യെസ്, നമ്മളൊരു ജോബ്, ഒരു ടാസ്ക് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിന് പല രീതിയിലുള്ള മൂവ്മെന്റ്സ് ഉണ്ടായിരിക്കും അല്ലെ. പല രീതിയിൽ നമ്മൾ മൂവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇപ്പൊ ഫിഷർമാൻ, അവര് കടലില് മീൻ പിടിക്കാൻ പോകുമ്പോൾ ഒരു ബോട്ട് തുഴഞ്ഞു പോകുന്നവരുണ്ടാവും, അല്ലാതെ മെഷീൻ അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ ചില സമയത്ത് രണ്ടും ചെയ്യേണ്ടതായിട്ട് വരും ചില സമയത്ത്. അപ്പൊ അവര് എല്ലാവരും കൂടെ എക്സേർട്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ്, അപ്പൊ അവരുടെ ഒരു പ്രത്യേക ഋതത്തിലുള്ള മൂവ്മെന്റ് നടക്കും. ഈ തടി പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ക്രെയിനൊക്കെ ഉണ്ടാവണതിന് മുമ്പ് തടി ഇങ്ങനെ സ്ലോപ്പ് പോലെ വെച്ചിട്ട് അതിലേക്ക് ഉരുട്ടി കയറ്റുന്ന ഒരു കാര്യം ഉണ്ടായിരുന്നു. അപ്പൊ അതൊരു പ്രത്യേക താളത്തിൽ അവർ ചെയ്യും. അവരുടെ ബോഡി അങ്ങ് ഫ്ലെക്സിബിൾ ആവും അത് ചെയ്യാനായിട്ട്. അപ്പൊ ആ രീതിയിലുള്ള നമ്മളുടെ ആ ഒരു മോഷൻ, ആ ഒരു മൂവ്മെന്റ്, ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ ബോഡി അതിനനുസരിച്ച് മൂവ് ചെയ്യുന്നു. അത് ആണ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ശരിക്കും നല്ല സ്പീഡിൽ കാര്യങ്ങൾ ചെയ്ത് പോവാനായിട്ട് പറ്റുന്നത്. ഡാൻസേഴ്സ്, ഒരേ ഡാൻസ് തന്നെ പലർക്കും ചെയ്യാം. പക്ഷെ ചില ആളുകൾ ചെയ്യുമ്പോൾ പറയില്ലേ, അവരുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. ഇത് ജിംനാസ്റ്റിക്സ് ഒക്കെ ചെയ്യുന്നവര്, സർക്കസിലൊക്കെ ഉള്ളവര്, അവരുടെ പറയും അവരുടെ ബോഡി ഭയങ്കര ഫ്ലെക്സിബിൾ ആണ്. കാരണം അവർക്ക് ആ ഒരു ജോബ് ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു മൂവ് ചെയ്യുന്നത്, ആ ഒരു ബോഡി ഫ്ലെക്സിബിൾ ആകുന്നത്, മൂവ്മെന്റിന്റെ ഒരു ഭംഗി ഉണ്ടല്ലോ, അത് ഫ്ലെക്സിബിൾ ആകുന്നത് ആണ് ഫ്ലെക്സിബിലിറ്റി. ആരോ ഒരാളും കൂടെ വായിക്കാന്ന് പറഞ്ഞില്ലേ? സ്പീഡ് വായിച്ചോളൂ, ഞാൻ കണ്ടില്ല, ആരുടെ പേര് കണ്ടില്ല. A skill-related component of physical strength that related to the capacity to perform a movement within a short period of time. യെസ്, പി ടി ഉഷ ഞാനും കൂടെ നിന്ന് ഓടാൻ തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പി ടി ഉഷ ആദ്യം എത്തും. അത് ആ ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അവർക്ക് ഓടിയെത്താനായിട്ട് പറ്റും. അത് അവരുടെ സ്പീഡാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരു ചെറിയ ടൈം സ്പാനിൽ നമുക്കൊരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുക, ദാറ്റ് ഇസ് സ്പീഡ്. നമ്മൾ പല ഗെയിംസും ഒക്കെ ചെയ്യുമ്പോഴേക്കും ലെമൺ ആൻഡ് സ്പൂൺ, അപ്പൊ ആ സ്പീഡിൽ ഏറ്റവും ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ അത് ശരിയായ രീതിയിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരാളാണ് വിന്നർ ആവുന്നത് അല്ലെ. സ്പീഡ് ഈസ് റിലേറ്റഡ് വിത്ത് ദാറ്റ്. അത് ചെറിയ പീരീഡ് ഓഫ് ടൈമിൽ നമുക്കൊരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. നമ്മുടെ മൂവ്മെന്റ് അതിനുള്ള അങ്ങനെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി, അതാണ് സ്പീഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, എജിലിറ്റി. ഞാൻ വായിക്കാം. യെസ് പ്ലീസ്. ഞാൻ വായിക്കാം. Agility, a skill-related component of physical fitness that relates to the rapidly changing the position of the entire body in space with speed and efficiency. ഇത് എനിക്ക് ഏറ്റവും അധികം കണക്ട് ചെയ്യാൻ പറ്റുന്നത് ഡാൻസ് തന്നെയാണ്. ഓക്കെ, നമ്മളുടെ ബോഡി ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് പെട്ടെന്ന്
പൊസിഷൻ ചേഞ്ച് ചെയ്യാനായിട്ട് വരുന്നു. ഡാൻസേഴ്സിന്റെ ഒക്കെ നമുക്കത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ശോഭനയൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു ഗ്രേസ് ആണെന്ന് നമ്മൾ പറയൂലേ, ഒരു ഭംഗി, ഗ്രേസ്ഫുൾനെസ്, എജിലിറ്റി എന്ന് പറയുന്നത് അതാണ്. ആ ഒരു സ്പേസിൽ വിത്ത് സ്പീഡ് ആൻഡ് എഫിഷ്യൻസി. ഇപ്പോ മാർച്ച് പാസ്റ്റ് ചെയ്യുന്നത് അവരുടെയും അങ്ങനെ തന്നെയാ, ഭയങ്കര യൂണിഫോം ആയിട്ട് പോകുന്നു അല്ലെ. കാരണം ആ ഒരു സ്പേസിൽ ആ സ്പീഡോടുകൂടിയും എഫിഷ്യൻസിയോടുകൂടിയും ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്യുന്നു. ദാറ്റ് ഇസ് എജിലിറ്റി, ഗ്രേസ്ഫുൾനെസ്. ഒരു ഗ്രേസ്, നല്ല ഗ്രേസ് ആന്ന് പറയും ചിലരുടെ ഡാൻസ് കാണുമ്പോൾ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, ആരോട് പറയാന്ന് പറഞ്ഞിരുന്നു. കോർഡിനേഷൻ വായിച്ചോളൂ. ഞാൻ വായിക്കാം. യെസ്. Coordination, a skill-related component of physical fitness that relates to the capacity to use the sense, such as sight and hearing, together with body parts in performing motor tasks evenly and accurately. കോർഡിനേഷൻ, നമുക്കറിയാം കുഞ്ഞു ബേബീസ് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും അവര് വീഴും, വീണ്ടും അവർ എണീറ്റ് വീണ്ടും നടക്കും, വീഴും, അങ്ങനെ അങ്ങനെ കുറെ കഴിയുമ്പോഴേക്കും അവർക്ക് ബാലൻസ് കിട്ടും, ബോഡിയുടെ കൺട്രോൾ കിട്ടും, പിന്നെ അവർ വീഴില്ല, നടക്കും, ഓട്ടം ഒക്കെ തുടങ്ങും. അപ്പൊ അവർക്ക് ബോഡിയുടെ കോർഡിനേഷൻ കിട്ടുന്നു. ദാറ്റ് ഇസ് അതാണ് ഇവിടെ വരുന്ന ആ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ കപ്പാസിറ്റി, നമുക്ക് എല്ലാം സെൻസ് ചെയ്യാനായിട്ട്, അതായത് ഇപ്പോ കാണുന്നത് കേൾക്കുന്നത് എല്ലാം സെൻസ് ചെയ്ത് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടാവും നമ്മുടെ ചുറ്റുപാടും, നമ്മൾ വീഴാതിരിക്കാനായിട്ട് നമ്മൾ ബാലൻസ് ചെയ്യുന്നുണ്ട്. കാണുന്നതും കേൾക്കുന്നതും ക്ലാസിക്കൽ ഡാൻസുകളുടെ ഒരു പ്രത്യേകതയാണല്ലോ ഹാൻഡ് ഐ ബോഡി കോർഡിനേഷൻ. എല്ലാം ഒരേ സമയത്ത് മൂവ് ചെയ്യുന്നുണ്ട്. അവരുടെ കണ്ണുകളും കൈകളും കാലും ഫുൾ ബോഡിയുടെ മൂവ്മെന്റും എല്ലാം കൂടെ വരുന്നു. ആ ഒരു കോർഡിനേഷൻ പെർഫെക്റ്റ് ആകുമ്പോഴാണ് അതിന് ഭംഗി വരുന്നത്. സോ അങ്ങനെ കാണുന്നതും കേൾക്കുന്നതും ഈ ഒരു പാട്ട് കേട്ട് ആ ഒരു റിഥം മനസ്സിലാക്കിയിട്ടാണ് അവര് ഓരോന്നിങ്ങനെ സ്റ്റെപ്സ് ഒക്കെ മാറ്റുന്നത്. ഇങ്ങനെ അതുപോലെ തന്നെ നമ്മൾ എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് അത് നമുക്ക് നല്ല ഈവൻ ആയിട്ട് ആക്യുറേറ്റ്ലി ചെയ്യാനായിട്ട് പറ്റുന്നു. ദാറ്റ് ഇസ് കോർഡിനേഷൻ. സോ നമ്മുടെ ബ്രെയിൻ ഐ കോർഡിനേഷൻ എല്ലാം ഇതിനകത്ത് വരും. ഓക്കെ, അപ്പൊ ഇതാണ് ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ആ ഒരു കമ്പണൻസ് ആയിട്ട് നമ്മൾ പറഞ്ഞത്. എല്ലാവരിലും ഉണ്ട് ഇത്. ഇങ്ങനെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിരിക്കും നമ്മുടെ ഹെൽത്ത് അനുസരിച്ചും നമ്മുടെ കപ്പാസിറ്റി ഒക്കെ അനുസരിച്ചും. ഒരാൾക്ക് സ്പീഡ് കൂടുതലായിരിക്കും, ചിലർക്ക് എന്താ പറയാ ഫുഡ് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര സ്പീഡായിരിക്കും, ചിലർക്ക് ക്ലീനിങ്ങിനായിരിക്കും സ്പീഡ് വരുന്നത്. ഓക്കെ, കുറച്ച് സമയം കൊണ്ട് പെട്ടെന്ന് കാര്യങ്ങളെല്ലാം വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടാവുമായിരിക്കും. അങ്ങനെ നമ്മുടെ ഒരു കപ്പാസിറ്റി, ഈ ഒരു കാര്യങ്ങളെല്ലാം ചെയ്യാനുള്ള നമ്മുടെ കപ്പാസിറ്റി, നമ്മുടെ മസിൽസ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ഇതെല്ലാമാണ് ഈ ഫിസിക്കൽ കമ്പണൻസിൽ വരുന്നത്, ഫിസിക്കൽ ഫിറ്റ്നസിന്റെ കമ്പണൻസ് ആയിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് നമുക്ക് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഫിറ്റ്നസ് വരുന്നുണ്ട്. 3 ടൈപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, 3ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് 3ന്റെ ഞാൻ ജസ്റ്റ് എന്താന്ന് പറയാം, അത് കഴിയുമ്പോൾ ഓരോന്നും ആരെങ്കിലും ഓരോരുത്തരായിട്ട് വായിച്ചു. ഫസ്റ്റ് വൺ ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. നമ്മൾ HRPF എന്ന് പറയും, ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നെക്സ്റ്റ് സ്കിൽ റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്, SRPF. അടുത്തത് കോസ്മെറ്റിക് ഫിറ്റ്നസ്, CF. ഓക്കെ, ഫസ്റ്റ് വൺ HRPF ആരെങ്കിലും വായിച്ചോളൂ. Number 1, they are health-related physical fitness. ഇത് വായിച്ചോളൂ. ഈ HRPF എന്ന് പറഞ്ഞിട്ടൊരു സെന്റൻസ് കൊടുത്തിട്ടില്ലേ? Health-related physical fitness. HRPF is the power or capacity to live a full and efficient life that one is capable of being. ഓക്കെ, നമ്മളുടെ ഹെൽത്ത് റിലേറ്റഡ്, നമ്മളുടെ ലൈഫിന്റെ, നമ്മുടെ ആ ഒരു നമ്മൾ ഹാപ്പി ആയിട്ടും നല്ല എഫിഷ്യന്റ് ആയിട്ടുള്ള ലൈഫ്, അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു കപ്പാസിറ്റി, ആ ഒരു പവർ, അതാണ് HRPF എന്ന് പറയുന്നത്. ഹെൽത്ത് റിലേറ്റഡ് ഫിസിക്കൽ ഫിറ്റ്നസ്. നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നല്ല എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾക്ക് കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു പവറും കപ്പാസിറ്റിയും അച്ചീവ് ചെയ്യുന്നതാണ് HRPF. അടുത്തത് SRPF. ആരോ കൂടെ പറഞ്ഞോളൂ, വായിക്കാന്ന്. ഞാൻ വായിക്കാം. Skill related physical fitness, SRPF,
This consists of those contents of physical fitness that have a relationship with enhanced performance in sport and motor skills. The elements are commonly defined as speed, agility, and coordination. ഓക്കെ, നമുക്ക് എല്ലാവർക്കും പല സ്കിൽസ് ആയിരിക്കും അല്ലെ. ഇപ്പം നല്ല ഓടുന്ന ആളുകളുണ്ടായിരിക്കും, നല്ലപോലെ ഡാൻസ് ചെയ്യുന്നവരുണ്ടാവും, നല്ലപോലെ കുക്ക് ചെയ്യുന്നവരുണ്ടാവും, വീടിന്റെ ക്ലീനിങ്, വീട്ടിലെ ജോലി ചെയ്യുന്നവരുണ്ടായിരിക്കും, അല്ലാതെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ അങ്ങനെ ചെയ്യുന്നവരുണ്ടാകും. അപ്പൊ ഇതെന്ന് പറയുന്നത് അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് ആണ്. നമ്മുടെ സ്കിൽ എന്താണോ ആ സ്കില്ലുമായി വരയ്ക്കുന്നവരുണ്ടാകണം അല്ലെ. സ്കില്ലുമായി റിലേറ്റ് ചെയ്ത് ഫിസിക്കൽ ഫിറ്റ്നസ്, അതാണ് SRPF എന്ന് പറയുന്നത്. അപ്പൊ അത് നമുക്ക് നല്ല രീതിയിൽ, അതിപ്പോ സ്പോർട്സിലാകാം, അങ്ങനെ നല്ല രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നു. അതാണ് SRPF എന്ന് പറയുന്നത്. ഇത് നമ്മുടെ സ്പീഡ്, എജിലിറ്റി, നമ്മുടെ ഗ്രേസ്ഫുൾനെസ്, അതുപോലെ തന്നെ കോർഡിനേഷനും ഒക്കെ ആയിട്ട് കണക്റ്റഡ് ആണ്. അടുത്തത് കോസ്മെറ്റിക് ഫിറ്റ്നസ്. Cosmetic fitness here, the term refers to the capacity to create beautiful physical fitness parameters. യെസ്, നമ്മൾ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു. നമ്മുടെ ഹെൽത്ത്, ഹൈജീൻ, നല്ല ഭക്ഷണമൊക്കെ കഴിച്ചു, നല്ല എക്സസൈസസ് ഒക്കെ ഫോളോ ചെയ്ത് നമ്മുടെ ബോഡി ഫിറ്റ് ആക്കി, ഫിസിക്കലി ഫിറ്റ് ആയി. ബട്ട് നമ്മുടെ അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ടോ? കണ്ണാടി നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? സെൽഫി എടുക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്നെ കാണാൻ കൊള്ളാം, എന്നെ കാണാൻ കുറച്ചുകൂടെ ഞാൻ നന്നാക്കണം, അങ്ങനെയൊക്കെ ഒരു ഫീല് നമുക്ക് വേണം. നമ്മൾ നമ്മുടെ അപ്പിയറൻസിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതേസമയം നമ്മൾ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല, ഷാബി ആയിട്ട് മുഷിഞ്ഞ വസ്ത്രത്തിൽ നടക്കണം, മുടിയൊന്നും ശരിക്കും കോമ്പി അതൊക്കെ നടക്കുക. ദാറ്റ് വിൽ അഫക്ട് അവർ അപ്പിയറൻസ്. നമ്മുടെ അപ്പിയറൻസിനെ ബാധിക്കും. ആളുകൾ കാണുമ്പോൾ, മറ്റേത് നമ്മളെ കാണുമ്പോൾ എല്ലാവർക്കും ഒരു പ്ലീസിങ്, നമ്മൾ വളരെ ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യണം. CF എന്ന് പറയുന്നത് നമ്മുടെ ബ്യൂട്ടിഫുൾ ഫിസിക്കൽ ഫിറ്റ്നസ് പാരാമീറ്റേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. ഇതിന്റെ അർത്ഥം ഭയങ്കര ഓവർ മേക്കപ്പ് ചെയ്ത് നടക്കുക എന്നുള്ളതല്ല. നമ്മൾക്ക് ചേരുന്ന രീതിയിലുള്ള ആക്സസറീസും അല്പം ടച്ചപ്പ് ഒക്കെ ആവാം, മേക്കപ്പ് ഒക്കെ ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കോസ്മെറ്റിക് ഫിറ്റ്നസ് എന്ന് പറയുന്നത്. ചിലര് എത്ര ഏജ് ആയാലും അവർ ഭയങ്കര ആ ഒരു കാര്യത്തിൽ ഭയങ്കര ശ്രദ്ധ കൊടുക്കും. അപ്പൊ നമ്മൾക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമ്മളുടെ ഫിസിക്കൽ പാരാമീറ്റേഴ്സ് ഭംഗിയാക്കി വെക്കുക. അത് നല്ല നാച്ചുറൽ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് അങ്ങനെ ആ രീതിയിൽ നമുക്ക് ഭംഗിയാക്കി വെക്കാം. ധാരാളം വെള്ളം കുടിക്കുന്നതും ഒക്കെ അതിൻ്റെ ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി ഈ ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പണൻസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് ചെയ്യാം? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. ഫിസിക്കലി ഫിറ്റ് ആവാൻ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് 2 പോയിന്റ്സ് ആയിട്ട് വായിച്ചോളൂ. 2 പോയിന്റ്സ് ആയിട്ട് വായിച്ചു. ഞാൻ വായിക്കാം. Walking can develop the physical fitness contents like body composition, cardiovascular fitness, etc. Running can develop the physical fitness contents like muscular continuity, agility, speed, etc. ഓക്കെ, എല്ലാവർക്കും ഏത് ഏജിലുള്ളവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് ആണ് വാക്കിംഗ്. ഈവൻ ഹാർട്ടിനൊക്കെ ഒരു പ്രൊസീജിയറോ സർജറി ഒക്കെ ചെയ്യുന്നവരോട് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ അവരൊന്ന് നടത്തി നോക്കും അല്ലെ. അവരോട് പറയും ഇത്ര സമയം ഫ്ലാറ്റ് ആയിട്ടുള്ള സ്ഥലത്തൂടെ ഇങ്ങനെ നടക്കണം എന്നൊക്കെ പറഞ്ഞു വിടും. അപ്പൊ നമ്മുടെ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകൾ. അപ്പൊ വാക്കിംഗ് ചെയ്യുമ്പോൾ നമ്മളുടെ ബോഡി കോമ്പോസിഷൻ, നമ്മുടെ ബോഡിയുടെ എല്ലാ പാർട്സും മൂവ് ചെയ്യും. നമ്മുടെ കാർഡിയോവാസ്കുലർ ഫിറ്റ്നസ്, നമ്മുടെ ഹാർട്ടിന്റെ ആരോഗ്യം ഒക്കെ നല്ല ഹാർട്ടിന്റെയും ലങ്സിന്റെ ഒക്കെ ആരോഗ്യത്തിന് നല്ലതാണ് വാക്കിംഗ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി. പിന്നെ റണ്ണിങ്, എല്ലാവർക്കും പറ്റണമെന്നില്ല റണ്ണിങ് അല്ലെ. ഇപ്പൊ ഇത് മാരത്തോൺ ഒക്കെ പോകുന്ന ആൾക്കാര് ഭയങ്കരമായിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്ത് അങ്ങനെ പോകുന്നവരുണ്ട്. നമ്മുടെ മസ്കുലർ കണ്ടിന്യൂറ്റി, മസിൽസ് ഓടുമ്പോൾ ഒരു പ്രത്യേക രീതിയിലാണ് നമ്മുടെ ബോഡിയിലെ മൂവ്മെന്റ്, നമ്മുടെ മസിൽസ് നല്ല രീതിയിൽ ഇതാകുന്നതും. ഒരു പ്രാക്ടീസും ഇല്ലാതെ ചിലപ്പോൾ മാരത്തോണിനൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, മസിൽ കയറി കൂച്ചി പിടിക്കുക, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ സ്പീഡ്, അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഗ്രേസ്ഫുൾനെസ്, എജിലിറ്റി എല്ലാം റണ്ണിങ്ങിൽ വരും. ഓക്കെ, അടുത്ത 2 വെയിറ്റ് ട്രെയിനിങ് ആൻഡ് സ്ട്രെച്ചിങ്. അതായത് റീഡ് ചെയ്യണം. ഇതുവരെ റീഡ് ചെയ്യാൻ ഞാൻ വായിക്കാം. വെയിറ്റ് ട്രെയിനിങ്.
Weight training can develop the physical fitness contents like muscular continuity, strength, etc. Stretching. Stretching can grow the physical fitness components like body composition, flexibility, etc. ഓക്കെ. സോ വെയിറ്റ് ട്രെയിനിങ് ജിമ്മിലൊക്കെ ചേർന്നിട്ടുള്ളവർക്കോ ചേരുന്നവർക്കൊക്കെ അറിയാം. അവിടെ വെയിറ്റ് ട്രെയിനിങ് നമ്മുടെ ആ ഒരു മസിൽസിന്റെ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് അത് ശരിക്കും ചെയ്യുന്നത്. നമ്മൾ വെയിറ്റ് ഒക്കെ എടുക്കുമ്പോഴേക്കും നമ്മുടെ മസിൽസ് നല്ലപോലെ ഫിറ്റ് ആവാനായിട്ട് തുടങ്ങും. അതിന്റെ കണ്ടിന്യൂറ്റി നമുക്ക് ഏതെങ്കിലും ഒരു ടാസ്കിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ നമുക്ക് നല്ലൊരു പവർ കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ട്രെയിനിങ്, ആ ഒരു സ്ട്രെങ്ത് അച്ചീവ് ചെയ്യാനായിട്ട് സ്ട്രെച്ചിങ്. ഈ കളിക്കളത്തിലേക്കൊക്കെ നമ്മളുടെ ഈ പ്ലെയേഴ്സ് ഒക്കെ ഇറങ്ങുമ്പോൾ കാണാറില്ലേ, ഒരു വാമപ്പ് എക്സസൈസും ബോഡി സ്ട്രെച്ച് ചെയ്യുകയൊക്കെ ചെയ്യുന്ന കാണാം. അല്ലെങ്കിൽ ക്രിക്കറ്റ്, ഫുട്ബോളൊക്കെ കളിക്കുന്നവര് ആ കളി തുടങ്ങുന്നതിന് കുറച്ചു നേരം ഈ ഒരു സ്ട്രെച്ചിങ് ചെയ്യുന്നതായിട്ട് കാണാം. ബോഡി കോമ്പോസിഷൻ, ഫ്ലെക്സിബിലിറ്റി. കാരണം അവർ പെട്ടെന്ന് ഓടി വന്നവർക്ക് കളിക്കാൻ പറ്റില്ല. അപ്പൊ ആ ബോഡി ഒന്ന് ഫ്ലെക്സിബിൾ ആകാൻ വേണ്ടിയിട്ട്, ഇപ്പം ഈ റണ്ണിനൊക്കെ പോകുന്നവര് ഓടുന്നതിന് മുമ്പ് ഒന്ന് നോക്കി വന്ന് നിൽക്കും. അങ്ങനെയൊക്കെ ആ ഒരു കണ്ടിന്യൂറ്റി അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട്, പെട്ടെന്ന് ഇറങ്ങി കളിക്കുമ്പോഴോ പെട്ടെന്ന് ഓടുമ്പോഴൊക്കെ ഉള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സ്ട്രെച്ചിങ് ഹെൽപ്പ് ചെയ്യും. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ ഫിസിക്കൽ ഫിറ്റ്നസ് കമ്പോണൻസിന്റെ ആ ഒരു അത് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം എന്നുള്ള കാര്യം വരുന്നത്. ഇപ്പൊ നമ്മളുടെ ഫസ്റ്റ് യൂണിറ്റിലെ ഒരു ടോപ്പിക് ഒഴികെ ബാക്കിയെല്ലാം നമ്മളിപ്പോ കംപ്ലീറ്റ് ചെയ്തു. ആ ഒരു ടോപ്പിക് വെൽനെസ് ആണ്. വെൽനെസ് നമുക്ക് കുറച്ച് അധികം പറയാനുള്ളത് കൊണ്ടാണ് അത് ഇമ്പോർട്ടന്റും ആണ്. കാരണം നമ്മളുടെ ത്രൂ ഔട്ട് ലൈഫില് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വെൽനെസ് എന്ന് പറയുന്നത്. കാരണം പലരും പേഴ്സണൽ പല കാര്യങ്ങളും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു വെൽനെസിന്റെ കേസിൽ. നമുക്ക് ഇവിടെ ഒരു കുറച്ച് കാര്യം വെൽനെസിനെ പറ്റി പറയുന്നുള്ളൂ, പക്ഷെ അതിൽ കൂടുതൽ കാര്യം ഡിസ്കസ് ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ അത് ലാസ്റ്റ് പറയാന്ന് പറഞ്ഞത്. ഈ ഒരു പാരഗ്രാഫ് മാത്രമായിട്ട് ആരെങ്കിലും ഒന്ന് വായിക്കാമോ? Yes, please. Wellness. Wellness is a condition that characterizes a state of positive health in the individual's complete biological and psychological well-being, as decorated by quality of life and sense of well-being. നമുക്കൊരു പോസിറ്റീവ് ഹെൽത്ത് നമ്മളുടെ ലൈഫില്, നമ്മളുടെ ബയോളജിക്കൽ, ശാരീരികം, സൈക്കോളജിക്കൽ, അതുപോലെ തന്നെ മാനസികമായിട്ട് എല്ലാം രീതിയിൽ നമുക്കൊരു ക്ഷേമം അല്ലെ സൗഖ്യം എന്ന് പറഞ്ഞൊരു വേർഡ്, ആപ്റ്റ് വേർഡ്, ആ നമുക്ക് ആ ഒരു സുഖം, സന്തോഷം, സമാധാനം അതുണ്ടാവണം. നമുക്ക് പുറത്തേക്ക് അത് സ്പ്രെഡ് ചെയ്യാനും പറ്റണം. ദാറ്റ് ഇസ് വെൽനെസ്. നമ്മളുടെ ലൈഫിന്റെ ക്വാളിറ്റി ഓഫ് ലൈഫ്, ആ ഒരു സെൻസ് ഓഫ് വെൽബീയിങ്, ഇതെല്ലാം അത് കണക്റ്റഡ് ആണ്. പലപ്പോഴും ആളുകൾക്ക് പറ്റുന്നൊരു പ്രശ്നം, പൊതുവെ സ്ത്രീകൾക്ക് കേട്ടോ, നമ്മള് മാരേജ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് വേറൊരു കൾച്ചർ ഉള്ള ഒരു വീട്ടിലേക്കായിരിക്കും, ഒരു സൊസൈറ്റിയിലേക്കായിരിക്കും നമ്മൾ ചെല്ലും. പെട്ടെന്ന് പല കാര്യങ്ങളും ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റാതെ വരും. ദാറ്റ് വിൽ അഫക്റ്റ് അവർ വെൽനെസ്. ആ ഒരു കൾച്ചർ ഡിഫറൻസ് നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ഫാക്ടേഴ്സ് വെൽനെസ്സിനെ ബാധിക്കുന്നതാണ്. അപ്പൊ നമുക്ക് വേണ്ടത് ഒരു സക്സസ്ഫുൾ ഫ്ലറിഷിങ് ലൈഫാണല്ലേ വേണ്ടത്. സെൽഫിഷ് അല്ല, നമ്മുടെ ലൈഫ് അങ്ങനെ ആവുമ്പോഴാണ് നമ്മൾ ഹാപ്പി ആവുന്നത്. അപ്പോഴാണ് നമ്മുടെ ചുറ്റുമുള്ളവരിലേക്ക് നമുക്ക് ആ ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ആ രീതിയിലുള്ള ഹെൽത്തി ഹാബിറ്റ്സ് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം ഡെയിലി ബേസിസ്, എവറി ഡേ എന്നുള്ള രീതിയിൽ. അത് നല്ലൊരു ഫിസിക്കൽ ഔട്ട്കം വരണം, ഫിസിക്കൽ ഹെൽത്തിന്റെ ഔട്ട്കം വരണം, നല്ലൊരു മെന്റൽ ഹെൽത്ത് ഔട്ട്കമും വരണം. ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല, എന്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടാണ്. എന്നെ ഞാൻ നല്ലപോലെ കെയർ ചെയ്യണം. അപ്പോഴാണ് എന്റെ ഹെൽത്ത് ശരിയാവുള്ളൂ, ഞാൻ ഹാപ്പി ആവുള്ളൂ, ഞാൻ മാനസികമായിട്ടും എനിക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ മാത്രമാണ് ഞാൻ ജീവിക്കുന്ന ചുറ്റുപാടിലും എനിക്ക് നല്ല കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ദാറ്റ് ഇസ് വെൽനെസ് എന്ന് പറയുന്നത്. നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ചിലപ്പോൾ നമ്മുടെ വീട്ടില് കുഞ്ഞുങ്ങൾ ഉണ്ടാകും, ഒത്തിരി പ്രായമായ ആൾക്കാരും ഉണ്ടാകും. അപ്പൊ നമ്മൾ നന്നായിരിക്കുമ്പോഴാണ് നമുക്ക് അവർക്കും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഞാനിപ്പോ എന്റെ ശരീരത്തിന്റെ ആരോഗ്യം നോക്കുന്നില്ല, ഞാൻ സ്ട്രെസ്സിലാണ്. അപ്പൊ എന്റെ ഫിസിക്കൽ ഹെൽത്തും മെന്റൽ ഹെൽത്തും ഒക്കെ ഡൗൺ ആണ്. സോ എനിക്ക് എങ്ങനെ എന്റെ കുട്ടികളെ നോക്കാൻ പറ്റും, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ജോബില് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, ഞാൻ പഠിക്കുന്ന കാര്യങ്ങളിൽ എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, വീട്ടില് പ്രായമായ സുഖമില്ലാത്തവരുണ്ട്, അവരായിട്ട് ഇങ്ങനെ ഞാൻ ടേക്ക് കെയർ ചെയ്യും.
ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അവരുടെ കാര്യങ്ങൾ എങ്ങനെ നോക്കും? അതുകൊണ്ട് എന്നിൽ നിന്ന് തുടങ്ങും ഹെൽത്ത്, ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് വെൽനസ് എന്നുള്ളത്. അപ്പൊ വെൽനസിന്റെ കുറച്ച് ഡയമെൻഷൻസ് ഉണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തേക്കാം. ആ ഡയമെൻഷൻസിനെ കുറിച്ച് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഓക്കെ, ഫൈൻ. സൈൻ ഔട്ട് ഉണ്ടോ ആരെങ്കിലും? യെസ്, ഇല്ല, നോ പ്രോബ്ലം. ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ക്ലാസ് എടുത്ത നിജിഷ മാമിന് ഒരുപാട് നന്ദി. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. താങ്ക് യു സോ മച്ച്. Thank you, ma'am. Thank you so much. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, നല്ല ma'am. ക്ലാസ് ആണ്. Thank you, ma'am. 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 Thank you, miss. Thank you, madam. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്നോ? താങ്ക് യു മാം. എനിക്ക് വർക്ക് ടൈം ആയിരിക്കും, അതുകൊണ്ട് ജോയിൻ ആയില്ല എന്ന് വിചാരിച്ചു. Bye. Thank you, ma'am.